Good morning. Good morning, Miss. Good morning. Good morning, ma'am. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? ഓർക്കുന്നോ? നാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? സ്റ്റഡീസിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ നാബിന്റെ നാബുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായല്ലോ അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ ഓർക്കുന്നോ? നാബുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നാബിന്റെ എഡിഷൻ പറഞ്ഞു, സ്റ്റാൻഡേർഡ്സ് റിവൈസ് ചെയ്യുന്ന കാര്യം, മോഡേണൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലേ? നാബ് എന്തിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനം ഓട്ടോണോമസ് ബോഡിയാണ്? ക്യൂസിയുടെ കീഴിൽ അല്ലെ? ക്യൂസിയുടെ എക്സ്പാൻഡ് ഫോം എന്താ? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെ? അതുപോലെ തന്നെ നാബ് മെയിൻ ആയിട്ട് 2 ഡിവിഷൻസ് ആയിട്ട് ഹോസ്പിറ്റലിനെ തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? SHCOയും HCOയും അല്ലെ? വെരി ഗുഡ്. അപ്പോ SHCO എന്ന് പറയുമ്പോ എത്തരത്തിലുള്ള കാറ്റഗറിയാ അതിൽ വരുന്നത്? എങ്ങനത്തെ ഹോസ്പിറ്റലാ? സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അതിന്റെ ബെഡ് സൈസ്? ലെസ് ദാൻ 50 ബെഡ്സ് അല്ലെ? ഇനി HCO എന്ന് പറയുമ്പോ എത്രയാണ് അതിന്റെ ബെഡ് സൈസ് എന്ന് പറയുന്നത്? മോർ ദാൻ 50 ബെഡ്സ് അല്ലെ? അപ്പൊ ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ് നാബ് രൂപീകരിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ് അത് തീരുമാനിക്കുന്നത് പറഞ്ഞില്ലേ? ആ ടെക്നിക്കൽ കമ്മിറ്റിയിൽ എവിടെ നിന്നുള്ള റെസ്പെക്റ്റഡ് പേഴ്സൺസ് ഉണ്ടാവും? ഏതൊക്കെ ഫീൽഡിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും? ക്ലിനിക്കൽ, നഴ്സിംഗ്, അതുപോലെ തന്നെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസിൽ നിന്നുമുള്ള റെസ്പെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ് ഈ നാബിന്റെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇത്രയും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാബിന്റെ മെയിൻ ഗൈഡ് ബുക്കില് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എത്ര സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു പാരഗ്രാഫ് ഇതുപോലെ തന്നെ നിങ്ങൾ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. അപ്പൊ ആ ഒരു പറയുന്ന പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യേണ്ടത് പറഞ്ഞു തരാം. അപ്പൊ ആ സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇത് ചോദിക്കാറുള്ള ഭാഗമാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നോക്കിയേ, മെയിൻ നാബ് ഗൈഡ് ബുക്ക്. അപ്പൊ ഒരു നാബിന്റെ മെയിൻ ഗൈഡ് ബുക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് നമ്മള് എന്താണ് സ്റ്റാൻഡേർഡ്സ് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗൈഡ് ബുക്ക് ആയിട്ടാണ് അവർ പബ്ലിഷ് ചെയ്യുക. അവർ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പാലിക്കണം, അതുമായി ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗൈഡ് ബുക്ക് ആണ് നാബ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നാബിന്റെ പബ്ലിഷ് ചെയ്ത 5th എഡിഷന്റെ കേസസിലാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളെ 10 ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. എത്ര ചാപ്റ്റർ ഉണ്ടാവും? 10 ചാപ്റ്റർ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ സ്കൂളിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തു, അതിൽ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ലേ? ഇല്ലേ? ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളിപ്പോ പഠിക്കുന്ന കോഴ്സിന് തന്നെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ? ഫസ്റ്റ് മോഡ്യൂളിൽ ഇത്ര ചാപ്റ്റർ ഉണ്ട്, സെക്കൻഡ് മോഡ്യൂളിൽ ഇത്ര ചാപ്റ്റർ ഉണ്ട് അല്ലെ? അപ്പൊ അതുപോലെ നാബിന്റെ ഇപ്പൊ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് തെറ്റൂല കേട്ടോ. അപ്പൊ ഒരു 10 ചാപ്റ്റർ ഉണ്ടായിരിക്കും. ആ ഒരു ഗൈഡ് ബുക്കിൽ മൊത്തം എത്ര ചാപ്റ്റർ ഉണ്ടാവും? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാവും? ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. 10 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനുള്ളില് 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. എത്ര സ്റ്റാൻഡേർഡ് ഉണ്ടാവും? 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. 10 ചാപ്റ്റർ, അതിനുള്ളിൽ ഇപ്പൊ നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ച അതിനുള്ളിൽ കുറെ സബ് ടോപ്പിക്സ് പഠിക്കുന്നില്ലേ? ഒരു ചാപ്റ്ററിനുള്ള ആ ചാപ്റ്ററിന്റെ കാര്യങ്ങളായിട്ട് നമ്മൾ കുറെ സബ് ടോപ്പിക്സ് ആയിട്ടല്ലേ പഠിച്ചു വരുന്നേ. അതുപോലെ തന്നെ ഒരു 10 ചാപ്റ്ററിനുള്ളില് 100 സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് എല്ലാ തരത്തിലുമുള്ള എന്താണ് ഗൈഡ് ബുക്കിലൊക്കെ ഈക്വൽ ആയിരിക്കും കേട്ടോ. അത് ചോദിക്കാറുണ്ട് കേട്ടോ. 10 ചാപ്റ്റേഴ്സ് ആണ്, 100 സ്റ്റാൻഡേർഡ്സ് ആണെന്നുള്ളത് കേട്ടോ. അത് ക്വസ്റ്റ്യൻ വരാറുള്ളത് കൊണ്ടാണ് പിന്നെയും നിങ്ങളൊന്ന് മറന്നു പോവാതെ പഠിച്ചു വെക്കണം അത് കേട്ടോ. 10 ചാപ്റ്റേഴ്സ്, അതിനുള്ളിൽ 100 സ്റ്റാൻഡേർഡ്സ്. അത് എളുപ്പമല്ലേ? എളുപ്പമല്ലേ? മാറില്ലല്ലോ, അത് മറന്നു പോവില്ലല്ലോ. ഇനി നെക്സ്റ്റ് വരുന്നത് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്.
അതായത് ഇതിന് കീഴിൽ 100 സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറയുന്ന ഈ 100 സ്റ്റാൻഡേർഡ്സ് ഇവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോ സ്റ്റാൻഡേർഡിനെയും ബേസ് ചെയ്ത് പല പല ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. അത് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണുള്ളത്. അതിന്റെ നമ്പേഴ്സ് അധികം ചോദിക്കാറില്ലെങ്കിൽ പോലും 10 ചാപ്റ്റേഴ്സും 100 സ്റ്റാൻഡേർഡ്സും എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഈ 651 ചേഞ്ചസ് വരാം. അപ്പൊ അത് ഓരോ ലാബ് ഗൈഡ് ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോഴും അതിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. എലമെന്റ്സിൽ വ്യത്യാസങ്ങൾ, ചിലപ്പോൾ നമ്പേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരും. അപ്പൊ അത് ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അയ്യോ ഇതല്ലല്ലോ നമ്മൾ അപ്പുറത്ത് പഠിച്ചെന്ന് തോന്നും. കാരണം അത് എഡീഷൻ മാറുന്നതിനനുസരിച്ച് ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ മാറ്റം വരും. പക്ഷേ ചാപ്റ്റേഴ്സും സ്റ്റാൻഡേർഡ്സും സെയിം ആയിരിക്കും. മനസ്സിലായോ? ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ശരി. ഇനി നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? refers to a set of objectives for the performance. അല്ലെ? ആ ഒരു സ്ഥാപനത്തിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ലക്ഷ്യങ്ങളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അല്ലെ? ആ സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. നല്ല രീതിയിൽ നല്ല ലെവലിലേക്ക് പെർഫോമൻസ് എത്തുക. ഇനി ഈ നല്ല പെർഫോമൻസ് ഇവര് കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് നമുക്ക് മെഷർ ചെയ്യണ്ടേ? വേണ്ടേ? അളക്കണ്ടേ? അല്ലെ? നമ്മൾ ഇവർ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് നമുക്ക് നിരീക്ഷിക്കണം. അതെന്തിലൂടെയാണ് നിരീക്ഷിക്കാം? ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സിന്റെ സഹായത്തോടു കൂടിയാണ് നിരീക്ഷിക്കുന്നത്. ക്ലിയർ ആയോ? എലമെന്റ്സ് കമാൻഡർ ഈച്ച് സ്റ്റാൻഡേർഡ്. എലമെന്റ്സ് എപ്പോഴും സ്റ്റാൻഡേർഡിന് കീഴിൽ വരുന്നതാണ്. അപ്പൊ ഓരോന്നിനും കീഴിൽ എന്താന്ന് 10 ചാപ്റ്റർ, അതിന് കീഴിൽ 100 സ്റ്റാൻഡേർഡ്, അതിന് കീഴിലാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്നത്. സ്റ്റാൻഡേർഡിനുള്ളിലല്ലേ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്നത്? അല്ലെ? സ്റ്റാൻഡേർഡിന് കീഴിലല്ലേ? അപ്പൊ അങ്ങനെ സ്റ്റാൻഡേർഡ് കമാൻഡർ എലമെന്റ്സ് കമാൻഡേഴ്സ് ഈച്ച് സ്റ്റാൻഡേർഡ് are used to observe the performance. ആ പ്രകടന നിലവാരം, ആ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള പ്രകടന നിലവാരം ഇവർ കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കും. ക്ലിയർ ആയോ? അപ്പൊ ഈ എലമെന്റ്സ് ആണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പൊ ആ എലമെന്റ്സ് മെഷർ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ്, ആ ക്വാളിറ്റിയിലേക്കുള്ള പെർഫോമൻസ് അവർ എത്തുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കൃത്യമായിട്ട് സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താട്ടോ മനസ്സിലാക്കുന്നത്. അതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. ഈ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്നത് പറഞ്ഞല്ലോ, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ നമ്മൾ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ 4 എണ്ണത്തിന്റെയും പേര് പഠിച്ചു വെക്കണം. അതിൽ എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്നുണ്ട് എന്ന് പഠിച്ചു വെക്കണം. അത് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. അത് നിങ്ങൾ ഈ ചാപ്റ്ററിൽ മാത്രമല്ല, ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇതേ പാരഗ്രാഫ് അവിടെ തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് പഠിച്ചോളും. ഇത് രണ്ടിലും പഠിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകില്ല കേട്ടോ. അപ്പൊ ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 1 or 2 ആർ ഇൻ കോർ കാറ്റഗറി. 102 എണ്ണം എന്തിൽ വരുന്നതാണ്? കോർ കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് which are necessarily judged during each assessment. ഓരോ മൂല്യനിർണയ വേളകളിലും നിർബന്ധമായിട്ടും വിലയിരുത്തപ്പെടുന്ന ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് ഈ 102 എണ്ണം അല്ലെങ്കിൽ ഈ കോർ കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ഓരോന്നും ഇപ്പൊ ഈ 651 എണ്ണത്തിന് നമ്മൾ 4 ആയിട്ട് തിരിച്ചിരിക്കുന്നു. 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് കോർ കാറ്റഗറി. ആ കോർ കാറ്റഗറിയിൽ എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്നുണ്ട്? 102 എണ്ണം അല്ലെ? 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്നുണ്ട്. അതായത് ഓരോ മൂല്യനിർണയ സമയത്തും നിർബന്ധമായിട്ടും അല്ലെങ്കിൽ വളരെ അനിവാര്യമായിട്ട് വിലയിരുത്തേണ്ട കുറച്ച് ഘടകങ്ങളാണ് നമ്മൾ ഈ 102 എണ്ണത്തിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അത് ക്ലിയർ ആയോ? കോർ കാറ്റഗറി എന്ന് പറഞ്ഞാല് ഏതൊരു മൂല്യനിർണയ സമയത്തും അല്ലെങ്കിൽ ഏതൊരു മൂല്യനിർണയ വേളകളിലും നിർബന്ധമായിട്ടും നമ്മൾ വിലയിരുത്തേണ്ട ഒബ്ജക്റ്റീവ് എലമെന്റുകളെയാണ് ഈ കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് മനസ്സിലായോ? ഇപ്പൊ കോർ കാറ്റഗറി നോക്കാം, അതിൽ എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉൾപ്പെടുന്നുണ്ട് നോക്കാം കേട്ടോ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കൂടുതലും നോക്കേണ്ടത് കേട്ടോ. അടുത്ത കാറ്റഗറിയാണ് നോക്കിയേ 459 ആർ ഇൻ commitment category which will be judged during final assessment. എന്തായിരിക്കും രണ്ടാമത്തെ കാറ്റഗറി? ഏതാ? കമ്മിറ്റ്മെന്റ് കാറ്റഗറി. അതിൽ എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്നുണ്ട്? 459 അല്ലെ? 459 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്ന രണ്ടാമത്തെ കാറ്റഗറിയാണ്
കമ്മിറ്റ്മെന്റ് കാറ്റഗറി. ഈ കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ എപ്പോഴാണത് ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത്? ഡ്യൂറിങ് ഫൈനൽ അസസ്മെന്റിന്റെ സമയത്ത് മാത്രം, അന്തിമ മൂല്യനിർണ്ണയ വേളകളിൽ മാത്രം വിലയിരുത്തപ്പെടുന്ന എലമെന്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഏത് കാറ്റഗറി? കമ്മിറ്റ്മെന്റ് കാറ്റഗറി. അതിൽ എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉൾപ്പെടുന്നുണ്ട്? 459 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉൾപ്പെടുന്നുണ്ട്. ഇപ്പൊ രണ്ട് കാറ്റഗറി നമ്മൾ പഠിച്ചു. കോർ കാറ്റഗറി പഠിച്ചു, കമ്മിറ്റ്മെന്റ് കാറ്റഗറി പഠിച്ചു. അതിൽ എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉൾപ്പെടുന്നുണ്ടെന്ന് പഠിച്ചു. ക്ലിയർ അല്ലേ? ഇവിടെ വരെ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് തേർഡ് കാറ്റഗറി ആണ് 60 are in അച്ചീവ്മെന്റ് കാറ്റഗറി. 60 എണ്ണം ഏതിലാ വരുന്നത്? അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ. അതായത് which will be estimated during surveillance assessment. എന്താണ് സർവൈലൻസ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ? നിരീക്ഷണ മൂല്യനിർണ്ണയ വേളകൾ. അതായത് നമ്മളിപ്പോ ഒരു നാബിന് ഒരു അക്രഡിറ്റേഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം. നാബ് ഒരു അക്രഡിറ്റേഷൻ ഒരു ഹോസ്പിറ്റലിന് കൊടുത്തു കഴിയുമ്പോൾ ഈ ഹോസ്പിറ്റൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ടോ, ഈ സ്റ്റാൻഡേർഡ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് എനിക്ക് പരിശോധിക്കണ്ടേ? വേണ്ടേ? അത്തരത്തിൽ നടത്തുന്നവയാണ് നമ്മുടെ സർവൈലൻസ് അസസ്മെന്റ് എന്നൊക്കെ പറയുന്നത്. അത് ചിലപ്പോൾ ഓൺസൈറ്റ് ആയിട്ട് വന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് പോലെ അവരുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ പരിശോധിക്കുന്നതും ആവാം. അത് 18, അതായത് എന്താണ്, നമ്മൾ ഒരു അക്രഡിറ്റേഷൻ കൊടുത്തിട്ട് 18 മുതൽ 24 മാസത്തിനുള്ളിലൊക്കെയാണ് സാധാരണ ഈ സർവൈലൻസ് അസസ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. സോ അത്തരത്തിലുള്ള നിരീക്ഷണ മൂല്യനിർണ്ണയ വേളകളിൽ മാത്രം വിലയിരുത്തപ്പെടുന്ന കുറച്ച് എലമെന്റ്സ് ആണ് ഏത് കാറ്റഗറിയിൽ വരുന്നേ? അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന 60 എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ലാസ്റ്റ് കാറ്റഗറിയാണ് 30 are in excellence category which will be assessed during re-accreditation. നമ്മൾ re-accreditation എപ്പോഴാണ് ചെയ്യുക? അക്രഡിറ്റേഷന്റെ വാലിഡിറ്റി തീരാറാവുമ്പോൾ അല്ലെ? നമ്മുടെ ലൈസൻസ് ഒക്കെ പുതുക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ പുതുക്കുന്നത് പോലെ പുനർ അക്രഡിറ്റേഷൻ എന്താണ് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ പുനർ മൂല്യനിർണ്ണയം നടത്തുന്ന സമയത്താണ് നമുക്ക് അക്രഡിറ്റേഷൻ പുതുക്കി നൽകുന്നത്. സോ അത്തരത്തില് റീ അക്രഡിറ്റേഷന്റെ നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു പുനർ അക്രഡിറ്റേഷൻ നടത്തുന്ന വേളകളില് അതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്ന ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് എക്സലൻസ് കാറ്റഗറിയിൽ വരുന്ന 30 എണ്ണം എന്ന് പറയുന്നത്. അപ്പോ 4 കാറ്റഗറി, അപ്പൊ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ നമ്മൾ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഫസ്റ്റ് വൺ ആണ് കോർ കാറ്റഗറി. ഇതെപ്പോ മാത്രം അതിൽ എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്നുണ്ട്? 102 അല്ലെ? 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്ന കോർ കാറ്റഗറി ആയിരുന്നു. അതെപ്പോ മാത്രം വിലയിരുത്തുന്നത്? ഏതൊരു മൂല്യനിർണ്ണയ വേളകളിലും നിർബന്ധമായിട്ടും വിലയിരുത്തപ്പെടുന്നവയാണ് ഈ 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്ന ഈ കോർ കാറ്റഗറിയിൽ പെട്ടവ. രണ്ടാമത്തത് 459 എന്ത് കാറ്റഗറിയിൽ വരുന്ന? കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത് അല്ലെ? അതായത് എപ്പോഴാണ് അത് നോക്കുന്നത്? ഡ്യൂറിങ് ഫൈനൽ അസസ്മെന്റ്, അന്തിമ മൂല്യനിർണ്ണയ വേളകളിൽ മാത്രം വിലയിരുത്തപ്പെടുന്നവയാണ് ആ ഒരു കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഇനി 60 എണ്ണം ഏതാ? അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതാണ് അല്ലെ? അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ സർവൈലൻസ് അസസ്മെന്റ് സമയത്ത് എന്താണ്? നിരീക്ഷണ മൂല്യനിർണ്ണയ വേളകളിൽ മാത്രം വിലയിരുത്തപ്പെടുന്നവയാണ് 60 അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന 60 എണ്ണം എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ കാറ്റഗറിയാണ് എക്സലൻസ് കാറ്റഗറി. അതിൽ എത്ര എണ്ണം വരുന്നുണ്ട്? 30 എണ്ണം വരുന്നുണ്ട് അല്ലെ? അതെന്തിന് എപ്പോ മാത്രമേ നമ്മൾ അസസ് ചെയ്യുള്ളൂ? ഡ്യൂറിങ് റീ അക്രഡിറ്റേഷൻ അല്ലെ? പുനർ അക്രഡിറ്റേഷൻ നടത്തുന്ന സമയത്ത് മാത്രം വിലയിരുത്തപ്പെടുന്നവയാണ് ഈ എക്സലൻസ് കാറ്റഗറിയിൽ വരുന്ന 30 എണ്ണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. അതിൽ ഏതൊക്കെ കാറ്റഗറി ആണെന്നോ അതിൽ എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്നുണ്ടെന്നും അത് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്നാവാം അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിക്കാം കേട്ടോ. ഇത് അതുപോലെ തന്നെ നിങ്ങൾ ഇത് അവിടെ പഠിക്കുന്നുണ്ട്. ആ ശരി, ഒന്ന് റിപ്ലൈ ചെയ്യണേ.
വായിച്ചു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് ഇനി നമ്മൾ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ആട്ടോ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് അതിന്റെ പേരുകളും കാര്യങ്ങളും മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഡോക്യുമെന്റ് റിക്വയർമെന്റ് കാര്യങ്ങളിലേക്ക് കടക്കും നമ്മൾ. അപ്പൊ നാബിന്റെ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട നമ്മൾ രണ്ടായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ഇതും നിങ്ങൾ ഇതുപോലെ തന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ പഠിക്കുന്നുണ്ട് കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സോ അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നു. അപ്പൊ അതില് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെ? മറ്റതോ ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. ഇതില് നിങ്ങൾ മൊത്തം എണ്ണി നോക്കിയേ, എത്ര എണ്ണം ഉണ്ട്? രണ്ടും കൂടി ഒരുമിച്ച് എണ്ണി നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞേ. എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം അല്ലെ? അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. 10 എണ്ണം അല്ലേ ഉള്ളത്? അപ്പൊ 10 എണ്ണം. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ഈ 10 ചാപ്റ്ററിനുള്ളിലായിട്ടാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് വരുന്നത്. അത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആവാം, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും ആവാം. മനസ്സിലാവുന്നോ? ഇനി ആ ഓരോ സ്റ്റാൻഡേർഡ്സ്, അതായത് ഓരോ ചാപ്റ്റേഴ്സിലും പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണെന്നാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഈ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പൊ ചോദിക്കാം, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുന്നവ ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത്? ഈ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ചോദിക്കാറുള്ള രീതിയാണ് കേട്ടോ. ഒന്നാമത്തത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. അല്ല എങ്കിൽ ഉൾപ്പെടാത്തവ ഏതാണ്? അപ്പൊ ഈ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ ഏതെങ്കിലും ഒക്കെ കയറി അവിടെ ഇരിക്കും. അപ്പൊ അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ വരാം. അങ്ങനെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ വരാം. ഉൾപ്പെടുന്നവ ഏതാ, ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത്. രണ്ടാമത്തെ വരാവുന്നത് ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം കണ്ടോ? AAC, COP, MOM, PRE ഇതൊക്കെ നമുക്ക് ഷോർട്ട് ഫോം ഉണ്ട് അല്ലേ? ഇല്ലേ? ഇതിനൊക്കെ ഷോർട്ട് ഫോംസ് തന്നിട്ടില്ലേ? അപ്പൊ അതിന്റെയൊക്കെ ഷോർട്ട് ഫോംസ് എക്സ്പാൻഡ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും ഈ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്ത് നിന്ന് വരിക. ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത്, അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോ ചോദിക്കുകയാണ് MOM സ്റ്റാൻഡ്സ് ഫോർ ഡാഷ് എന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിക്കാം കേട്ടോ. ആ ഒരു 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പൊ അതൊന്നും മനസ്സിൽ വെച്ചിട്ട് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഓരോ ഭാഗവും നമുക്ക് മനസ്സിലാവുമല്ലോ, ഇന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കും ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാലും കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ആ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ആ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ജസ്റ്റ് നമുക്ക് എന്താണെന്നൊന്ന് പറയണമല്ലോ. അപ്പൊ ഇതിനുള്ളിൽ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പഠിക്കൊന്നും വേണ്ട. അത് നിങ്ങൾക്ക് PG ക്ക് പഠിക്കുന്നവർക്കൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളത് PG ക്ക് ചേരുമ്പോൾ അതിൽ പഠിക്കാനുണ്ടാവും കേട്ടോ. ഇപ്പൊ നമുക്ക് ഇത്രയും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി കെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഹോസ്പിറ്റലിലെ പരിചരണത്തിലേക്കുള്ള പ്രവേശനം അല്ലെ? അസസ് ചെയ്യുക, അതിലേക്ക് പ്രവേശിക്കുക, അതുപോലെ തന്നെ അവരുടെ അസസ്മെന്റ് വിലയിരുത്തുക, അതുപോലെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ അവരുടെ പരിചരണത്തിന്റെ തുടർച്ച അല്ലെ? ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് ഈ AACയിൽ വരുന്നത്. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെങ്കിൽ AACയുടെ എക്സ്പാൻഡഡ് ഫോം നോക്കണം. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? രോഗിയുടെ പ്രവേശനം, അവരെ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അവരുടെ പരിചരണത്തിന്റെ തുടർച്ച. ക്ലിയർ ആണോ? അത് ഓക്കെ അല്ലേ? ജസ്റ്റ് അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. അപ്പൊ അതൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് ബ്രീഫ് ആയിട്ട് ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അടുത്തത് കെയർ ഓഫ് പേഷ്യന്റ്, COP. എന്തായിരിക്കും കെയർ ഓഫ് പേഷ്യന്റ്? പേഷ്യന്റിന്റെ അല്ലെ, രോഗിയുടെ പരിചരണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ? രോഗിയുടെ പരിചരണം എപ്പോഴും നമ്മൾ പറയുന്നതാണ് നല്ല മികച്ചതായിരിക്കണം, നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം അല്ലെ? അപ്പൊ അങ്ങനെ രോഗിയുടെ പേഷ്യൻസിന്റെ രോഗിയുമായി ബന്ധപ്പെട്ട അവരുടെ പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ഈ കെയർ ഓഫ് പേഷ്യന്റ് അല്ലെങ്കിൽ COP എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. ഓക്കെ, തേർഡ് വൺ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ അല്ലെങ്കിൽ MOM. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
മെഡിസിൻസ് അല്ലെ, മരുന്നുകളുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ വിതരണം, അതുമായി ബന്ധപ്പെട്ട അതിന്റെ പർച്ചേസ്, വിതരണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതും അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ അല്ലെങ്കിൽ MOM വരുന്നത്. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് PRE. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ നമ്മൾ മുൻപ് പഠിച്ചിരുന്നു. പേഷ്യൻസിന്റെ റൈറ്റ്സ് അതുപോലെ തന്നെ അവരുടെ ബഹുമാനിക്കപ്പെടുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. പഠിച്ചോ? ബെനഫിറ്റ്സ് പഠിച്ചോ നമ്മള്? അപ്പൊ ഇതൊക്കെ ഈ സ്റ്റാൻഡേർഡിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത് യാതൊരുവിധ കോംപ്രമൈസും അതിൽ ചെയ്യാൻ പറ്റില്ല. പേഷ്യൻസിന്റെ അവകാശങ്ങളും അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസവും എന്തില് പറയുന്നുണ്ട്? സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ആ ഒരു ഉറപ്പ്, പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അടുത്തത് ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, പേഷ്യൻസിന് സേഫ്റ്റി ഉറപ്പാക്കുന്നത്, സെക്യൂരിറ്റി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട HIC-യുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് ഒരുപാടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, എന്താണ് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളും കൊണ്ടുവരിക, അതിൽ ക്വാളിറ്റി കൊണ്ടുവരിക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോളിൽ പറയുന്നത്. ഇപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെ വരുന്നുണ്ട്? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC വരുന്നുണ്ട്. കെയർ ഓഫ് പേഷ്യന്റ്, COP വരുന്നുണ്ട്. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM വരുന്നുണ്ട്. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, PRE വരുന്നുണ്ട്. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC വരുന്നുണ്ട്. ക്ലിയർ ആണോ? അത് അഞ്ചെണ്ണം ഓക്കെയല്ലേ? ആ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതിയേ, അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും. ഓക്കെ. അടുത്തത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്. മാക്സിമം ഇവിടെ തന്നെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി പോവാൻ ശ്രമിക്കുക കേട്ടോ. ഓർഗനൈസേഷൻ സെന്റേർഡ്, ഇപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ, അവിടെ നിങ്ങൾ ഇത് ഓൾറെഡി പിന്നെയും പഠിക്കുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി തറവായിക്കോളൂ കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നോക്കിയേ, നെക്സ്റ്റ് കാറ്റഗറി ആണ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് അല്ലെ. ആ ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, അതും ഒരു 5 എണ്ണം ഉണ്ട്. അത് ഏതൊക്കെയാ നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ. പേഷ്യൻസിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ PSQ-വിൽ വരുന്നത്. അടുത്തത് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ROM. നമ്മുടെ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ കൃത്യമായിട്ട് മാനേജ്മെന്റ് എന്ത് ചെയ്യുക? ബന്ധപ്പെട്ട യോഗ്യതയുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യണം? റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക അല്ലെ. അവരുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് വ്യക്തിമായിട്ടുള്ള നല്ല വ്യക്തികളിലേക്ക് തന്നെ എന്ത് ചെയ്യുക? ആ റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്ത് കൊടുക്കുകയും അവർ അതിലൂടെ നല്ല രീതിയിലുള്ള പേഷ്യൻസുമായി ബന്ധപ്പെട്ട നല്ലൊരു കമ്മ്യൂണിക്കേഷനും നല്ലൊരു ഇന്ററാക്ഷനും കൊണ്ടുവരാനും നടത്താനും ഒക്കെയുള്ള ആ ഒരു ഉത്തരവാദിത്തം എന്ത് ചെയ്യാം? മാനേജ്മെന്റിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ROM പറയുന്നത്. അടുത്തത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, FMS. എന്താ? ആ ഒരു സ്ഥാപനത്തിലെ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുക, അവിടുത്തെ അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന രീതി FMS അല്ലെങ്കിൽ ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HR. എന്തായിരിക്കും? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പുതിയ വേക്കൻസിസ് കാര്യങ്ങളോ വരികയാണ്. ഓരോ ഏരിയാസിലും സ്റ്റാഫുകളുടെ ലഭ്യത വേണമോ വേണ്ടയോ എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് എംപ്ലോയീസിനെ റിക്രൂട്ട്മെന്റ് നടത്തുക, അവരെ ഹയർ ചെയ്ത് അവിടെ നിയമിക്കുക, അത് യഥാസ്ഥാനത്ത് തന്നെ ആവശ്യമായ എംപ്ലോയീസിനെ, സൂട്ടബിൾ ആയിട്ടുള്ള യോഗ്യതയുള്ള എംപ്ലോയീസിനെ നിയമിക്കാൻ ശ്രമിക്കുക, അവരുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അവർക്ക് നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട സ്റ്റാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ഈ ഒരു ഇതിൽ വരുന്നത്, അത് നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്യേണ്ടത് ഇതിൽ വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HRM എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്സിൽ. അടുത്തത് ലാസ്റ്റ് വൺ ആണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം,
അല്ലെങ്കിൽ IMS കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനം കൊണ്ടുവരിക. അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും ആ ഒരു ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട ആ ഒരു ഡേറ്റാസ് ആയിക്കോട്ടെ അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്തുക. നല്ല രീതിയിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്യുകയും ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്യുക. അതിലും ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യുക. തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു IMS അല്ലെങ്കിൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്നത്. ഇപ്പൊ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ 5 എണ്ണം വരുന്നുണ്ട്. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് PSQ, റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് ROM, അതുപോലെ ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി FMS, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം IMS. ക്ലിയർ ആണോ? വേഗം ഒന്ന് ആ ഒരു 10 ഒന്ന് വേഗം വായിച്ചു നോക്കി. വായിച്ചോ? ഓക്കെ, ശരി. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മള് നാബിന്റെ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. നാബ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. ഇപ്പൊ ഒരു നാബുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡോക്യുമെന്റേഷൻസുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ എന്തൊക്കെയാണ്? ഇപ്പൊ നാബിന്റെ ഒരു അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യകതകളാണ് താഴെ പറയും. ഒന്നാമത്തത് മാനുവൽ തയ്യാറാക്കണം. അതായത് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്, ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ 3 മാനുവൽസ് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഈ മാനുവൽസ് കൃത്യമായിട്ട് ഓരോ വർഷവും, അതുപോലെ തന്നെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടും അത് കഴിഞ്ഞുള്ള ഓരോ വർഷവും ഈ മാനുവൽസ് എന്ത് ചെയ്യും? റിവൈസ് ചെയ്യണം. ഓരോ വർഷവും അത് പുതുക്കണം. അത് കൃത്യമായിട്ട് നാബ് എന്ത് ചെയ്യും? വിലയിരുത്തുകയും ചെയ്യും കേട്ടോ. ഡെസ്ക്ടോപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് റെഫർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അസസ്മെന്റ് നടത്തുന്ന സമയത്തൊക്കെ അവർ വിലയിരുത്തുന്ന കാര്യമാണ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട എന്ത് ചെയ്യണം? മാനുവൽസ് കൃത്യമായിട്ട് ഹോസ്പിറ്റലുകൾ തയ്യാറാക്കിയിരിക്കണം. അത് ഓരോ വർഷവും അസസ് ചെയ്യും, റിവൈസ് ചെയ്യും. അത് ക്ലിയർ അല്ലേ? അടുത്തത് കമ്മിറ്റീസ് രൂപീകരിക്കണം. എന്തൊക്കെയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ആയിരിക്കണം രൂപീകരിക്കേണ്ടത്? ഹോസ്പിറ്റലിൽ വേണ്ട കമ്മിറ്റികളാണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി വേണം. വേണ്ടേ? പഠിച്ചിരുന്നല്ലോ നിങ്ങൾ, അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടെന്ന് അറിയാലോ അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, ക്വാളിറ്റി ഉറപ്പുവരുത്തുക, സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, അല്ലെ? ഫാർമസിയുമായി ബന്ധപ്പെട്ട ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി വേണം. കോഡ് ബ്ലൂ കമ്മിറ്റി. എന്താണ് കോഡ് ബ്ലൂ കമ്മിറ്റി? കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ് അല്ലെ? അത്തരത്തിലുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻസോ കാര്യങ്ങളോ വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കോഡ് ബ്ലൂ കമ്മിറ്റി വേണം. അടുത്തത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി വേണം. മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി. മെഡിക്കൽ റെക്കോർഡ്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനും കാര്യങ്ങളുമായിട്ട് വേണ്ടിയിട്ട് പതിവായിട്ട് അവലോകനം ചെയ്യാനും അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. എന്താ? അച്ചടക്കവും അതുപോലെ തന്നെ എന്തെങ്കിലും ഗ്രീവിയൻസ്, പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ ഒരു കമ്മിറ്റി വേണം. വേണ്ടേ? അതുപോലെ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. എന്തെങ്കിലും ഇന്റേണൽ ആയിട്ടുള്ള കംപ്ലൈന്റ്സോ കാര്യങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയും കമ്മിറ്റികൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കമ്മിറ്റീസ് നിർബന്ധമായിട്ടും ആ ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കും. അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, കോഡ് ബ്ലൂ കമ്മിറ്റി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി, മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി, ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി, ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ക്ലിയർ ആണോ? തേർഡ് വണ്ണിലേക്ക് പോവാം. ഓക്കെ, ശരി. തേർഡ് വൺ ആണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. 32 മാൻഡേറ്റഡ് ബൈ നാബ്. നാബ് നിർബന്ധിതമാക്കിയിട്ടുള്ള ഒരു 32
കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതില് എല്ലാത്തിന്റെയും ജസ്റ്റ് നിങ്ങൾക്ക് പേര് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്താണ് ആ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സുമായി ബന്ധപ്പെട്ട 32 എണ്ണം ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി ആദ്യമേ തുടങ്ങി പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഈ 32 എണ്ണത്തിന്റെ പേര് മാത്രമേ നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ. ഈ 32 എണ്ണവും നിങ്ങൾ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന ചാപ്റ്ററില് പേരും അത് എന്താണ്, അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ കണ്ടുപിടിക്കാനുള്ള എല്ലാത്തിന്റെയും റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉൾപ്പെടെ നിങ്ങൾ അതവിടെ പഠിക്കും കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കുറച്ച് ഇക്വേഷൻസ് ഫോർമുലാസ് വരുമ്പോൾ അതൊരിക്കലും ഫോർമുലാസ് കാൽക്കുലേഷൻ ചെയ്യാനൊന്നും വരില്ല കേട്ടോ. ആ ഫോർമുല എന്താന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി, അല്ലാതെ ഇതിന്റെ റേറ്റ് കണ്ടുപിടിക്കാനോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. മിസ് ഓരോന്നും പറഞ്ഞു തരാം. അപ്പൊ അതിൽ ഏതൊക്കെ ഉൾപ്പെടുന്ന ഏതാണ് അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഓരോ സെക്ഷനിലേക്ക് ഉൾപ്പെടുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ വഴിയായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഈ ഒരു ഭാഗം ജസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് 32 എണ്ണത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നു എന്നുള്ളേ. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഓരോ ഏരിയാസ്, ഇപ്പോ ഒരു നഴ്സിംഗ് ഏരിയയുമായി ബന്ധപ്പെട്ട്, നഴ്സിംഗ് കെയറുമായി ബന്ധപ്പെട്ട്, ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്, ഇതിലെല്ലാം നമ്മൾ അവിടെ ഉപയോഗിക്കില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇതിൽ പറയുന്ന എല്ലാം 32 എണ്ണം നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും പലതും പല ഏരിയാസുമായി ബന്ധപ്പെട്ടതുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഒരു ഏരിയയിൽ നമ്മൾ ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് വിലയിരുത്തുന്നുണ്ട്. അടുത്ത ഏരിയയിൽ ഒരു ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ നമ്മൾ വിലയിരുത്തുന്ന കുറച്ച് കാര്യങ്ങൾ വേറെ ആയിരിക്കും അല്ലെ. എല്ലാത്തിനും പേഷ്യൻസിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഏരിയയിൽ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതുപോലെ കുറെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ ഏരിയാസിൽ ഉൾപ്പെടുത്തവ ഏതാണെന്ന് നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയേ. അവിടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആ ചാപ്റ്ററിൽ ക്വാളിറ്റി മാനേജ്മെന്റ് ചാപ്റ്ററിൽ ഇതിൽ നിന്ന് നല്ലോണം ക്വസ്റ്റ്യൻ വരും കേട്ടോ. 32 എണ്ണം നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് പേര് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ മിസ് എന്താണോ ജസ്റ്റ് ഒരു ബ്രീഫ് തരാം, ബാക്കി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പഠിച്ചോളും കേട്ടോ. അപ്പൊ ഒരുപാട് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല, സമയം ഒരുപാട് വെറുതെ കളയണ്ടല്ലോ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ 32 നിർബന്ധിതമായിട്ടുള്ള മാൻഡേറ്റഡ് ആക്കിയിട്ടുള്ള 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യന്റ്. അതായത് ഇൻഡോർ പേഷ്യന്റ് ആരാ? ഇൻപേഷ്യൻസ് അല്ലെ, ആണോ? ഇൻഡോർ പേഷ്യൻസ് ഇൻപേഷ്യൻസിന്റെ അല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ അത്തരത്തില് ഇൻപേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ നടത്താനായിട്ട് എത്ര സമയം എടുത്തു? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യന്റ്. അപ്പൊ ഒരു ഇൻപേഷ്യന്റ് എന്ന നിലയില് ഒരു പേഷ്യന്റ് വാർഡിലേക്കോ റൂമിലേക്കോ ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോ അവരെ എത്ര സമയം കൊണ്ടാണ് അവരുടെ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയത്? മനസ്സിലായോ? അവിടുത്തെ ഡോക്ടർ എത്ര സമയത്തിനുള്ളിൽ അവർക്ക് പ്രാഥമിക വിലയിരുത്തൽ നടത്തി? ഒരുപാട് സമയം അവിടെ ഗ്യാപ്പ് വന്നു, അതാണ് ഇവിടെ നോക്കുന്നത്. മനസ്സിലാവുന്നോ? ഇപ്പൊ നമ്മൾ ഇപ്പൊ ജസ്റ്റ് നമ്മളാണ് ഒരു പേഷ്യന്റ് ആയിട്ട് ചെല്ലുന്നത്. നമ്മൾ ഒരു പേഷ്യന്റ് ആയിട്ട് ചെല്ലുന്നത്, നമ്മളൊരു അസുഖമായിട്ട് ചെല്ലുന്നു, നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കാണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു ഇന്റർ പേഷ്യന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ആയിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എത്രയും വേഗം പ്രാഥമിക വിലയിരുത്തൽ നടത്തുക എന്നുള്ളതല്ലേ ശരി അല്ലെ? ഏറ്റവും മാക്സിമം എത്രയും വേഗത്തിൽ നമുക്ക് വിലയിരുത്തൽ നടത്തി നമുക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ തുടങ്ങുക എന്നുള്ളതല്ലേ ശരി? അതേസമയം അത് വൈകുന്നത് ആ ക്വാളിറ്റി കുറയുമോ കൂട്ടുമോ? വൈകുന്നത് എങ്ങനെയായിരിക്കും? ക്വാളിറ്റിയിൽ കുറവ് വരും അല്ലെ? ആണല്ലോ. അപ്പൊ അത് അവിടെ ഒരു പ്രശ്നമാണ്. അപ്പൊ അത്തരത്തില് സ്റ്റാൻഡേർഡ് അവരവിടെ കൃത്യമായിട്ട് പാലിക്കുന്നില്ല, അല്ലെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നത് നമുക്ക് ആ റേഞ്ച് എടുക്കുമ്പോൾ മനസ്സിലാവില്ലേ? മനസ്സിലാവോ? അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യന്റ് എന്ന് പറഞ്ഞാല് ഇൻപേഷ്യൻസില് എത്ര സമയം ഇൻപേഷ്യൻസ് ആയിട്ട് വരുന്നവര് വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ ഒക്കെ എത്തുന്ന സമയത്ത് അവർക്ക് ഒരു ഇനിഷ്യൽ അസസ്മെന്റ് പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടി എടുത്ത സമയം, അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ട് അതിൻ്റെതായ ഒരു ഫോർമുല ഉപയോഗിച്ചാട്ടോ അത് കാണുന്നത്. അതൊന്നും നമ്മളിവിടെ പഠിക്കുന്നില്ല. ഫസ്റ്റ് എണ്ണം ക്ലിയർ ആയല്ലോ. അതിന് എത്ര സമയം എടുത്തു, അതിന്റെ റേറ്റ് നമ്മൾ കാണുന്നു. രണ്ടാമത്തത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഡിസ്ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എത്ര സമയം എടുത്തു?
നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാല് ചില ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കില്ലേ? ഡോക്ടർ വന്ന് നമ്മളോട് പറയും ഓക്കെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യാം, ഡിസ്ചാർജ് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ റൗണ്ട്സ് കഴിഞ്ഞ് പോകും അല്ലെ. പക്ഷെ പല ഹോസ്പിറ്റലിലും അത് രാവിലെ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുമ്പോ പറഞ്ഞാൽ പോലും ബില്ലിങ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈവനിങ് വരെ നമ്മൾ ചിലപ്പോ അവിടെ നിർത്താറുണ്ട്. ശരിയല്ലേ? അപ്പൊ അത്തരത്തില് ഒരുപാട് സമയം നമ്മുടെ എടുക്കുക, അല്ലെങ്കിൽ ഇത്ര സമയം എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റി ഇല്ലായ്മയാണ് അത് കാണിക്കുന്നത് അല്ലെ. ക്വാളിറ്റി ഇല്ലായ്മയല്ലേ ഇത് കാണിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഓരോ ഡിസ്ചാർജിനും എടുക്കുന്ന ഒരു പേഷ്യന്റ് വന്നാൽ അവരുടെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് എത്ര സമയം എടുക്കുന്നുണ്ട്, ആ സമയത്തിന്റെ റേറ്റ് അനുസരിച്ച് ആ ഒരു ഏരിയയിലെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. പ്രഷർ അൾസർ എന്ന് പറഞ്ഞാൽ എന്താ? ബെഡ് സോർ എന്ന് കേട്ടിട്ടുണ്ടോ? പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ് സോർ എന്ന് പറയും. എന്താണത്? നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായവരൊക്കെ ഉണ്ട്, വയ്യാതൊക്കെ കിടക്കുകയാണെങ്കിൽ കുറെ ദിവസം അവർ കിടന്നു കഴിയുമ്പോൾ അവര് പുറം പൊട്ടാറില്ലേ? അതിനെയാണ് നമ്മൾ ബെഡ് സോർ അല്ലെങ്കിൽ എന്താ പ്രഷർ അൾസേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പേഷ്യന്റ് അഡ്മിഷൻ എടുത്തു, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ആ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് എത്ര ആളുകൾക്ക് ഹോസ്പിറ്റലുമായി കണക്റ്റഡ് ആയിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുൻപുള്ള കേസ് അല്ലാണ്ട് നമ്മൾ എടുക്കുക. അഡ്മിഷന് ശേഷം അവിടെ ഹോസ്പിറ്റലിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എത്ര ആളുകൾക്ക് ഈ ഒരു പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ് സോർ ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ റേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലാവുന്നു? ക്ലിയർ ആയോ? തേർഡ് വൺ മനസ്സിലായോ? ഓക്കെ, ശരി. നാലാമത്തത് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണത്തില് എറേഴ്സ് വന്നു, പിശകുകൾ വന്നു, അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്, അതെ, തെറ്റുകൾ എത്ര എണ്ണം വന്നു, അല്ലെങ്കിൽ ഇപ്പൊ 1000 ഇൻവെസ്റ്റിഗേഷൻ നടത്തി, പരിശോധനകൾ നടത്തി, അതിൽ എത്ര എണ്ണത്തില് എറേഴ്സ് അല്ലെങ്കിൽ പിശകുകൾ വന്നിട്ടുണ്ട്, ഈ തെറ്റുകൾ വന്നിട്ടുണ്ട്, അതിന്റെ നമ്പറിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസ് കണ്ടിട്ടുണ്ടോ? മോക്ക് ഡ്രിൽസ് കണ്ടിട്ടുണ്ടോ? എന്തിന്റെയൊക്കെ മോക്ക് ഡ്രിൽസ് ആണ് കണ്ടിട്ടുള്ളത്? എന്തിന്റെ മോക്ക് ഡ്രിൽസ് ആണ് കണ്ടിട്ടുള്ളത്? എന്താണ് കണ്ടിട്ടുണ്ടെന്ന് പറയാം? യെസ് എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈ ഒന്നും ചെയ്യാത്തേ? കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ മുതൽ ഫയറിന്റെ കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ കുഞ്ഞു ക്ലാസ്സുകളിലെ മുതൽ നമ്മൾ കാണിക്കുന്നതാണ് അല്ലെ. ഫയറിന്റെ അല്ലെ. അതുപോലെ തന്നെ ഇപ്പോ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രിൽസ് കണ്ടിട്ടില്ലേ നിങ്ങള്? CPR കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കണ്ടിട്ടില്ലേ? അത് നേരിട്ട് കണ്ടതാണെന്നില്ല കേട്ടോ. പറയുന്നത് നിങ്ങൾ വീഡിയോസിലൂടെയോ കാര്യങ്ങളിലൂടെയോ ഒക്കെ നിങ്ങൾ മോക്ക് ഡ്രിൽസ് കാണിച്ചു തരാറുണ്ട് അല്ലെ, നമുക്ക് അവയർനെസ്സിന് വേണ്ടിയിട്ട് ഇല്ലേ. ഇത്തരത്തിൽ ശരിക്കും അതൊരു എന്താ പറയുന്നത്, ശരിക്കും ഒരു റിയൽ സിറ്റുവേഷൻ, നമ്മൾ ഇമാജിനറി സിറ്റുവേഷൻ അല്ലെ, ഒരു ഇമാജിനറിയിലെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, സാങ്കല്പികമായിട്ട് നമ്മൾ ചെയ്യാണ്, ഒരു റിയൽ സിറ്റുവേഷൻ ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പൊ പെട്ടെന്ന് നമുക്കൊരു കാർഡിയാക് അറസ്റ്റ് വന്ന് ഇപ്പൊ CPR കാര്യങ്ങൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? അത്തരത്തിലുള്ള സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു ഏരിയയിലുണ്ട് എങ്കിൽ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫയറുമായി ബന്ധപ്പെട്ടാണെങ്കിലും അങ്ങനെ നമ്മുടെ മുൻപില് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മോക്ക് ഡ്രിൽസ് കാണിച്ചു തരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്കും ഇതുപോലെയുള്ള മോക്ക് ഡ്രിൽസ് പ്രൊവൈഡ് ചെയ്യും. കാരണം ആരും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കില്ല. ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിശീലനങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മോക്ക് ഡ്രിൽസ് കൊടുക്കും ഇല്ലേ? മോക്ക് ഡ്രിൽസ് കൊടുക്കില്ലേ? കൊടുക്കോ? സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പ്രൊഫഷനിലുള്ള ആളുകളായിക്കോട്ടെ മോക്ക് ഡ്രിൽസ് കൊടുക്കും അല്ലെ. സോ അത്തരത്തിലുള്ള മോക്ക് ഡ്രിൽസ് നിരീക്ഷിക്കുമ്പോൾ അതിൽ എത്ര എണ്ണത്തിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ചില മോക്ക് ഡ്രിൽസ് കാണിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല, ചിലപ്പോ ആ ട്രെയിനറിന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാവാം അല്ലെ. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മൾ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ ട്രെയിനർ എന്ത് കാണിക്കുന്നു അതായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലെ.
ഒരു CPR-നെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഫയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാമെന്ന്, ട്രെയിൻ ചെയ്യാമെന്ന്. ആ വ്യക്തി കാണിക്കുന്നത് അതുപോലെ നമ്മൾ അനുകരിക്കുകയല്ലേ ചെയ്യാം, അല്ലെ? പഠിച്ചെടുക്കുകയല്ലേ ചെയ്യാം. അല്ലാതെ അതിന് തിരുത്തുകളുണ്ടോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാൻ പോലുമില്ല. അതുപോലെ കോൺഫിഡൻസ് കൊടുക്കുമ്പോൾ അത് നിരീക്ഷിക്കുന്ന സമയത്ത് അതിൽ എത്രത്തോളം വേരിയേഷൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അതിന്റെ നമ്പറാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ കറക്റ്റ് അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും വേരിയേഷൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ, വന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര എണ്ണം ഉണ്ട്, അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ക്ലിയർ ആണോ? അടുത്തത് പെർസെന്റേജ് ഓഫ് അഡ്ഹറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. രോഗനിർണയം നടത്തുന്ന ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ എത്ര പേര് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട മുൻകരുതൽ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പാലിക്കുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് അല്ലെങ്കിൽ ശതമാനം. മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാം ഡയഗ്നോസ്റ്റിക് ഏരിയാസിലൊക്കെ ഉള്ളവര് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവര് വളരെ നിർബന്ധമായിട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അല്ലെ? അപ്പൊ അത്തരത്തില് അവിടെ എത്ര സ്റ്റാഫുകള് ഈ പറയുന്ന സേഫ്റ്റി പ്രിക്കോഷൻസ് നല്ല രീതിയിൽ പാലിക്കുന്നുണ്ട്, ആ പാലിക്കുന്ന ആളുകളുടെ എണ്ണത്തിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. അടുത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻസ്. എന്തായിരിക്കും? മെഡിക്കേഷൻ ചാർട്ടുകൾ, മരുന്ന് ചാർട്ടുകളില് എത്ര എണ്ണത്തിലാണ് എറർ പ്രോൺ അബ്രിവിയേഷൻസ് ഉള്ളത്? അതായത് അതെ, അബ്രീവിയേറ്റഡ്. ഇപ്പൊ നമ്മുടെ മെഡിസിൻസ് ഒക്കെ ആണെങ്കിലും മിക്ക ഡോക്ടേഴ്സും അബ്രീവിയേറ്റഡ് ഫോമിലായിരിക്കും എഴുതാം. കണ്ടിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചതാണില്ല, അബ്രിവിയേറ്റഡ് ഫോമിലായിരിക്കും എഴുതുക. അപ്പൊ അങ്ങനെ അബ്രിവിയേറ്റഡ് ഫോമിൽ എഴുതുമ്പോൾ അതിൽ എത്ര എണ്ണത്തില് പിശകുകൾ വന്നിട്ടുണ്ട്? ചിലപ്പോ ഒരു അബ്രിവിയേറ്റഡ് ഫോമിൽ ഒരു ലെക്ചർ മാറിപ്പോയി കഴിഞ്ഞാൽ തന്നെ മെഡിസിന്റെ പേര് വരെ മാറിപ്പോകും, അല്ലെ? എടുക്കുന്ന മെഡിസിൻസ് മാറിപ്പോവാൻ സാധ്യതയുണ്ട്, ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാം. പത്രത്തില് എന്തെങ്കിലും എറർ പ്രോൺ അബ്രിവിയേഷൻസ് അല്ലെങ്കിൽ തെറ്റുകൾ പിശകുകൾ സംഭവിച്ചിട്ടുള്ള അബ്രിവിയേഷൻസ് ഉള്ള മെഡിക്കൽ ചാർട്ടുകൾ ഉണ്ടോ, അല്ലാത്തവ എത്രയുണ്ട്, അങ്ങനെയുള്ളവയുടെ പെർസെന്റേജ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അടുത്തത് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻ. ഇപ്പൊ ഇൻപേഷ്യൻസ് ആയിട്ടുള്ളവർക്ക് മിക്ക ആളുകളും, ചില ആളുകൾക്ക് ഡ്രഗ് റിയാക്ഷൻസ് വരില്ലേ? ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ കഴിക്കുമ്പോൾ അലർജിയോ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡ്രഗ് റിയാക്ഷൻസ് വരാറുണ്ട്, അല്ലെ? എല്ലാവർക്കും ഇല്ലെങ്കിൽ പോലും ചില ആളുകൾക്ക് വരാറുണ്ട്. അതെ, ചൊറിച്ചിൽ വരാം, അല്ലെങ്കിൽ അങ്ങനെ ബ്രീതിങ് ഡിഫിക്കൽറ്റി വരാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. സോ അത്തരത്തില് എത്ര ഇൻപേഷ്യൻസിനാണ് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ, അതൊരു സമയപരിധിയൊക്കെ ഉണ്ട് ഇവിടെ, ആ ഒരു ടൈം പീരീഡിനുള്ളിൽ എത്ര ഇൻപേഷ്യൻസിനാണ് അൺഫേവറബിൾ ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിരിക്കുന്നത്, അതിന്റെ പെർസെന്റേജ്. അടുത്തത് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രിതമല്ലാത്ത രീതിയിലുള്ള തിരിച്ചുവരവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതായത് ഓപ്പറേഷൻ കഴിഞ്ഞു, ഓൾറെഡി ഒരു സർജറിയോ കാര്യങ്ങളോ, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒരു സർജറിയോ കാര്യങ്ങളോ കഴിഞ്ഞു, അവര് സർജറി കഴിഞ്ഞ് അവരെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും അവിടെ. അത് കഴിഞ്ഞ് ചില ആളുകൾക്ക് പിന്നെയും കോംപ്ലിക്കേഷൻസ് വരാറില്ലേ? ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ മറ്റേ സ്റ്റിച്ചുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് തിരികെ പിന്നെയും ഇവരെ ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ മറ്റെന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യാനായിട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തില് മറ്റ് ഓപ്പറേഷൻ ചെയ്യുന്ന നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യമാണ്, അല്ലെ? വളരെ കുറവ് ചില കേസുകൾ മാത്രം നമുക്ക് പെട്ടെന്ന് ചെയ്യാം, എന്നാൽ പോലും ചെറിയൊരു പ്ലാനിങ് ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അങ്ങനെ അൺപ്ലാൻഡ് ആയിട്ടുള്ള ആസൂത്രിതമല്ലാത്ത രീതിയിൽ നമ്മൾ ഓക്കെ സേഫ് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്ന് അൺപ്ലാൻഡ് ആയിട്ട് നമുക്ക് തിരികെ ഇവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരാറുണ്ട്. സോ അത്തരം കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ എടുക്കുന്നത്. അതിനൊക്കെ ഒരു ടൈം പീരീഡ് ഉണ്ട്, ഇത്ര ടൈം പീരീഡിനുള്ളിൽ ഉണ്ടായ കേസുകൾ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ എല്ലാ കാലത്തെയും നമുക്ക് എടുത്ത് നോക്കാൻ പറ്റില്ലല്ലോ. ഒരു ടൈം പീരീഡിനുള്ളിൽ എത്ര പേര് വന്നു, അങ്ങനെയാണ് നമ്മൾ റേറ്റ് എടുക്കുക കേട്ടോ. അടുത്തത് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ് എന്താ? നിയർ മിസ് എന്താ? തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ? പറയൂ. ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ പറയില്ലേ, ഓ ജസ്റ്റ് മിസ്സായി എന്ന് പറയും, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയും, അല്ലെ? അപ്പൊ അതുപോലെ ഹോസ്പിറ്റലിൽ അങ്ങനെ എന്തെങ്കിലും നിയർ മിസ്സസ് ആയിട്ട്, അതെ, ആക്സിഡന്റ്സ് കാര്യങ്ങൾ എന്തോ ആവാം. അപ്പൊ അങ്ങനെ നിയർ മിസ്സസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോ ക്യാമറ ഓഫ് ആണോ മാമിന്റെ? ആണോ? കാണുന്നില്ല? ഇവിടെ ഓണാണ്, ഓണാണ്. ആരാ പറ
അസിനെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഒത്തിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നോക്കിയേ. ഓക്കെ, അപ്പൊ നോക്കിയേ, നിയർ മിസ്സസ്. നിയർ മിസ്സസ് എന്ന് പറഞ്ഞാല് ഇതുപോലെ എന്തെങ്കിലും ജസ്റ്റ് മിസ്സായിട്ടുള്ള അല്ലെങ്കിൽ തലതാഴിക്ക് രക്ഷപ്പെട്ടിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസോ കാര്യങ്ങളോ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ആ ഒരു പരിധിക്കുള്ളിൽ ഉണ്ടായിട്ടില്ല, ഇത്രയും 10 ബില്യനുള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്പേഴ്സും അതിന്റെ പെർസെന്റേജും ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അടുത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസേൺ. എന്താ, നമുക്കറിയാം എപ്പോഴും ഒരു കൺസേൺ വാങ്ങുമ്പോ അല്ലെ, ഒരു പേഷ്യന്റിന്റെ സമ്മതം വാങ്ങുമ്പോ പൂർണ്ണമായ ഇൻഫർമേഷൻസ്, പൂർണ്ണമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം പൂർണ്ണമായിട്ടും പറഞ്ഞിട്ട് വേണം അവരിൽ നിന്ന് സമ്മതം വാങ്ങാനായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ശരിയായ രീതിയിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാതെ എത്ര ആളുകളിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ടുണ്ട്, അതിന്റെ അത്തരത്തിലുള്ള കൺസേൺ കിട്ടിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ പെർസെന്റേജ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദെൻ അടുത്തത് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട റിയാക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ട്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ നമുക്കറിയാം ചില ആളുകൾക്കെങ്കിലും പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ, റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ. എത്ര നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്താൽ പോലും ചില വ്യക്തികൾക്കെങ്കിലും ചില പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസോ കാര്യങ്ങളോ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്ര എണ്ണമാണ്, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാണുന്നത്. അടുത്തത് പെർസെന്റേജ് ഓഫ് കേസസ് who received suitable prophylactic antibiotics within the specified time frame. ആ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എത്ര ആളുകളാണ് അവർക്ക് രോഗനിവാരണത്തിനായിട്ട് അനുയോജ്യമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിരിക്കുന്നത്, അവരുടെ പെർസെന്റേജ് അല്ലെങ്കിൽ അവരുടെ ആ കേസുകളുടെ പെർസെന്റേജ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അടുത്തത് പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization procedure to prevent hostile events like wrong site, wrong patient and wrong surgery have been adhered to. എന്താണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇപ്പോ റോങ് സൈറ്റിൽ സർജറി ചെയ്തു, കേട്ടിട്ടുണ്ടോ? അത് തെറ്റായ സ്ഥലത്ത് ഇപ്പൊ ഒരു കുട്ടി റൈറ്റ് ഹാൻഡിൽ പ്രശ്നമായിട്ടായിരിക്കും പോയിരിക്കുന്നത്, അവര് വലിയ രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കാതെ ലെഫ്റ്റ് ഹാൻഡില് എന്ത് ചെയ്ത് വെക്കും, പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് വിട്ട കേസുകളൊക്കെ കേട്ടിട്ടില്ലേ? അത്തരത്തിൽ അതുപോലെ തന്നെ പേഷ്യൻസ് മാറിപ്പോകുന്നത് കേട്ടിട്ടില്ലേ? ഇപ്പൊ വേറെ പേഷ്യൻസിനെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ തെറ്റായ സർജറി ചെയ്യുന്നതാവാം. അപ്പൊ അങ്ങനെ അതെ ഇഞ്ചക്ഷൻസ് ഒക്കെ മാറിപ്പോവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും റോങ് സൈറ്റോ, റോങ് പേഷ്യന്റോ, റോങ് സർജറിയോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ? അതെ അതെ, അങ്ങനെ പല കേസുകളും ഉണ്ട് കേട്ടോ. നമ്മൾ എന്തോരം കേൾക്കുന്നു അല്ലെ, ഇപ്പൊ സോഷ്യൽ മീഡിയാസിലൊക്കെ ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട് അല്ലെ. അപ്പോ അത്തരത്തിലുള്ള കേസുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ, അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഹോസ്റ്റൈൽ ഇവന്റ്സ്, തെറ്റായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇവന്റ്സ് അല്ലെങ്കിൽ സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി ഓർഗനൈസേഷൻ എന്തെങ്കിലും പ്രൊസീജിയേഴ്സോ കാര്യങ്ങളോ നടപ്പിലാക്കുന്നുണ്ടോ, അതിന്റെ ശതമാനവും നമ്മളിവിടെ കാണുന്നുണ്ട്. ദെൻ അടുത്തത് മെഡിക്കേഷൻ എറർ റേറ്റ്. മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട എന്താണ്, അതെ തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാണാം. ദെൻ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. എന്താ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ? എന്താണ്, ആ സർജറി നടത്തിയ ആ ഒരു രീതിയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് അല്ലെ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നിങ്ങൾ HAയിൽ പഠിച്ചില്ലേ, ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനിൽ പഠിച്ചില്ലേ? ഒരു സർജറി കഴിഞ്ഞ് അവർക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അത്തരത്തിലുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ആ ഹോസ്പിറ്റൽ അക്വയർഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആയിരിക്കും അല്ലെ. സോ അത്തരത്തിൽ വരുമ്പോ അത് എന്തിന്റെ കുറവ് കൊണ്ടാ വരുന്നത്? നല്ല ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാവാം അല്ലെ, അതിന്റെ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിക്കാത്തത് കൊണ്ടാവാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നോക്കാറുണ്ട്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കേസുകളുടെ പെർസെന്റേജ് എത്രയാണ്. ദെൻ അടുത്തത് സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU. ഓക്കെ, സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU പറയുന്നത് ICUവിലെ രോഗികളുടെ മരണനിരക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കും. ഇപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡില് എത്ര പേഷ്യൻസ്, ആ ഒരു ICUലുള്ള എത്ര പേഷ്യൻസ്, അവരുടെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ മരണനിരക്കാണ്, അത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കും, അതിന്റെ പെർസെന്റേജ് കാണും. അടുത്തത് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്
within 72 hours with similar presenting complaints. എന്താണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ നമുക്കൊരു വയറുവേദനയായിട്ട് നമ്മൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവരൊരു ഇഞ്ചക്ഷനും നമുക്ക് അത്യാവശ്യം മരുന്നുകളും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ നമുക്കത് കുറവാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തിരികെ വീട്ടിലേക്ക് പോരും അല്ലെ? തിരികെ വീട്ടിലേക്ക് പോരും. അതേസമയം തിരികെ വീട്ടിലെത്തിക്കഴിഞ്ഞ് കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോ പിന്നെയും നമുക്ക് ഇതേ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാണ്. അത് വേദന പിന്നെയും വരുന്നു, നമുക്ക് ബുദ്ധിമുട്ട് വരാം. അങ്ങനെ നമ്മൾ വീണ്ടും അതേ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു 72 മണിക്കൂറിനുള്ളിൽ സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റുമായിട്ട് എത്ര പേഷ്യൻസ് വന്നിട്ടുണ്ട്, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. മനസ്സിലായോ? റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് within 72 hours with similar presenting complaints. Then അടുത്തത് catheter related urinary tract infection rate. നിങ്ങൾ കേട്ടു കാണുമല്ലോ catheter പ്ലേസ് ചെയ്യുന്നത്, കേട്ടിട്ടില്ലേ? ഇപ്പൊ യൂറിനൊക്കെ പോവാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് നമ്മൾ catheter പ്ലേസ് ചെയ്തിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഹെൽപ്പ് നമ്മൾ കൊടുക്കാറുണ്ട്. സോ അത്തരത്തിൽ catheter പ്ലേസ് ചെയ്യുമ്പോൾ ചില വ്യക്തികൾക്കെങ്കിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ കത്തീറ്റർ പ്ലേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എത്ര പേഷ്യൻസിനാണ്, ഇൻപേഷ്യൻസിന്റെ കാര്യമാണ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ട്, അതിന്റെ എണ്ണം, അതാണ് ഇതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട്, വെന്റിലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എത്ര പേഷ്യൻസിന് ന്യൂമോണിയ വന്നിട്ടുണ്ട്, അതിന്റെ റേറ്റ്. സെൻട്രൽ ആൻഡ് റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. എന്താ? നമ്മുടെ കാനലാസ് പ്ലേസ് ചെയ്യും അല്ലെ? പ്ലേസ് ചെയ്യില്ലേ? ഇതാണ് കാനലാസ് പ്ലേസ് ചെയ്തല്ലേ നമ്മള് ഓരോ പേഷ്യൻസിനും ഡ്രഗ്സും കാര്യങ്ങളൊക്കെ മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത് അല്ലെ? ടിപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തില് സെൻട്രൽ ലൈൻസ് നമ്മുടെ ബ്ലഡ് സ്ട്രീമുമായിട്ട് അത്തരത്തിലുള്ള കാനലാസും കാര്യങ്ങളും ഇഞ്ചക്ഷനും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കാനലാസ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട ചില ആൾക്കെങ്കിലും ബ്ലഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? ഉണ്ടാവാറുണ്ടാവുമല്ലോ. എല്ലാവർക്കും അല്ലെങ്കിൽ പോലും വളരെ നിസ്സാരമായിട്ട് ചിലപ്പോൾ 1-2 പേർക്കെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഓരോ പേഷ്യൻസിനനുസരിച്ചായിരിക്കും. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ബ്ലഡ് സ്ട്രീമുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര പേർക്കുണ്ടായി, അവരുടെ എണ്ണം എടുത്ത് അതിന്റെ റേറ്റ് കാണും. അടുത്തത് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. എന്താ? ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ ശതമാനം. ചിലപ്പോ എല്ലാവരും പാലിക്കുന്നുണ്ടാവില്ല. ഒരു 100 സ്റ്റാഫ് ഉണ്ടെങ്കിൽ അതിൽ വളരെ കുറവെണ്ണം ആളുകളായിരിക്കും അല്ലെ ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നത്. അത്തരത്തിലുള്ള ഹാൻഡ് ഹൈജീൻസ് പാലിക്കുന്ന ആളുകളുടെ റേറ്റ്. അടുത്തത് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി. ചില സർജറീസ് നമ്മൾ പ്ലാൻ ചെയ്ത് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്താൽ പോലും ചില പല സാഹചര്യങ്ങൾ കൊണ്ട് റീഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലേ? അടുത്ത ദിവസത്തേക്കോ ഒക്കെ മാറ്റി വെക്കേണ്ടതായിട്ട് വരൂലേ? വരൂ. സെയിം ഡേ തന്നെയാണെങ്കിൽ ശരിക്കും അങ്ങനെ അവര് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ നെക്സ്റ്റ് ഡേയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസത്തേക്കോ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരില്ലേ? അപ്പൊ അങ്ങനെ എത്ര സർജറീസ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൈം പീരീഡിനുള്ളിൽ എത്ര സർജറീസ് റീഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ്. അതുപോലെ ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡും ബ്ലഡ് കമ്പോണൻസ് ഒക്കെ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സമയം. ഒരു ബ്ലഡോ അല്ലെങ്കിൽ മറ്റു ബ്ലഡ് കമ്പോണൻസോ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് സമയം എടുക്കുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട റേറ്റ് എത്രത്തോളം, സമയം എത്രത്തോളം എടുക്കുന്നുണ്ട്, ആ ടൈമിന്റെ ആ ഒരു റേറ്റ് എടുക്കുന്നു, നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തുന്നു. അടുത്തത് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്. ICUവിലെയും വാർഡിലെയും നേഴ്സ് പേഷ്യന്റ് റേഷ്യോസ് എത്രയാന്ന് നമ്മൾ റേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ വെയിറ്റിംഗ് ടൈം ഫോർ ഇൻപേഷ്യന്റ് കൺസൾട്ടേഷൻ, ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഇപ്പൊ ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഒരു ഔട്ട് പേഷ്യന്റ് വന്നിട്ട് നമ്മൾ കൺസൾട്ടേഷന് വേണ്ടി ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാറില്ലേ? ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ചെയ്യാറില്ലേ? നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ എന്തായിരിക്കും പോയിരിക്കുന്നത് എങ്കിൽ പോലും കുറെ സമയം വെയിറ്റ് ചെയ്തായിരിക്കും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റുക അല്ലെ? അപ്പൊ അതുപോലെ ഒരു ഔട്ട് പേഷ്യന്റ് എന്ന നിലയിൽ ആ ഒരു ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വെയിറ്റിംഗ് ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ് രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി സ്കാനിങ്ങോ എക്സ്റേയോ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള സമയം എത്രത്തോളം എടുക്കുന്നുണ്ട്, വെയിറ്റ് ടൈം. അപ്പൊ മാക്സിമം നമ്മുടെ വെയിറ്റ് ടൈം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എപ്പോഴും കുറയ്ക്കുമ്പോഴാണ് അവിടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക അല്ലെ? ഒരുപാട് സമയം
നമ്മുടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള വെയിറ്റിംഗ് ടൈം എന്തോരം അതിന് വേണ്ടി എടുക്കുന്നുണ്ടെന്ന് നമ്മൾ റേറ്റ് നോക്കുന്നു. അതുപോലെ സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. എമർജൻസി ആയിട്ടുള്ള മെഡിസിൻസ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഒരു ഹോസ്പിറ്റലിൽ, അല്ലെ? അതിന് ചിലവെങ്കിലും അത്തരത്തിലുള്ള എമർജൻസി മെഡിസിൻസ് ചിലപ്പോൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ അത്യാവശ്യമായിട്ട് നോക്കുന്ന സമയത്ത് അത് അവൈലബിൾ ആയിരിക്കില്ല. സോ അത്തരത്തില് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡില് എമർജൻസി മെഡിസിൻസിൽ എത്ര എണ്ണം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്, അതിന്റെ റേറ്റ് എത്രത്തോളമാണ് അത് നോക്കുന്നു. പേഷ്യന്റ് ഫോൾ റേറ്റ്. ഹോസ്പിറ്റലിലെ പേഷ്യൻസ് എന്ത് ചെയ്യാം, പല സാഹചര്യങ്ങളും വീഴാം, അല്ലെ? ചിലപ്പോ തറയിൽ സ്ലിപ്പായി വീഴുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വീഴുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പേഷ്യന്റ് ഫോൾസ് ഉണ്ടായിട്ടുണ്ടോ അതിന്റെ റേറ്റ് നോക്കുന്നു. അടുത്തത് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. ഇപ്പൊ നീഡിൽ സ്റ്റിക്ക് വഴി നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാവാം, അല്ലെ? അത് മനഃപൂർവ്വമായിട്ട് ചിലപ്പോൾ ചെയ്യുന്നതാവണം എന്നില്ല, ഇല്ലേ? നീഡിൽസ് ഒക്കെ സ്വാഭാവികമായിട്ടും അല്ലാതെയോ ഇങ്ങനെ എന്തെങ്കിലും അവരുടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ശ്രദ്ധയില്ലാതെ എടുക്കുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നീഡിസ്റ്റിക് ആയിട്ടുള്ള ഇഞ്ചുറീസോ കാര്യങ്ങളോ ഒക്കെ പേഷ്യൻസിന് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് എടുക്കുന്നു. Then suitable handover during shift change separate for doctor and nurse. ഇപ്പൊ ഡോക്ടേഴ്സിനും നഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇത് റേറ്റ് എടുക്കും കേട്ടോ. നമുക്കറിയാം ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്തവരുണ്ടല്ലോ, അപ്പൊ അവർക്കറിയാം നമ്മുടെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ മറ്റാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, അല്ലെ? ഹാൻഡ് ഓവർ ചെയ്യണ്ടേ? അപ്പൊ അതിനനുസരിച്ച് കൃത്യമായിട്ട് വളരെ അനുയോജ്യമായ രീതിയിൽ ഈ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നഴ്സസ് ആയിക്കോട്ടെ അവര് അടുത്ത വരുന്ന ആളുകളുമായിട്ട് ആ ഒരു ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് എത്രത്തോളം നല്ല രീതിയിൽ തന്നെ അത് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാതെയാണോ ചെയ്യുന്നത്, അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അടുത്തത് കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം എന്നുള്ളതാണ്. അത് പാലിക്കുന്ന ആ ഒരു മെഡിക്കേഷൻ ചാർട്ടുകൾ എത്രത്തോളം ഉണ്ട്, ആ പ്രിസ്ക്രിപ്ഷൻസ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പാലിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസ് വരുന്ന മെഡിക്കൽ റെക്കോർഡുകൾ എത്രയുണ്ട് അതിന്റെ നമ്പേഴ്സ് എടുത്ത് റേറ്റ് കാണുകയാണ് നമ്മൾ ഇവിടെ ചെയ്യാം. അപ്പൊ ഇത്രയും നമ്മൾ എന്താ പഠിച്ചത്, ഇത്രയും നമ്മൾ എന്തിനെ പറ്റിയാ പറഞ്ഞത്? ഈ 32 എണ്ണം എന്താണ്? എന്ത് ഇൻഡിക്കേറ്റേഴ്സാ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അല്ലെ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന് ഒരു ഏകദേശ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോർമുലാസും കാര്യങ്ങളും നിങ്ങൾ അവിടെ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ. നെക്സ്റ്റ് അവർ മിസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് അവർ എടുക്കാം. അപ്പൊ ഒരു നെക്സ്റ്റ് ഒരു 35 ഒക്കെ കഴിയുമ്പോഴേക്കും ജോയിൻ ചെയ്യണം കേട്ടോ. ലീവ് ചെയ്ത് ആരും പോകണ്ട, കണ്ടിന്യൂ ചെയ്യും. ഓക്കെ.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങി ഒരു 4 പോയിന്റ്സ്. നാലാമത്തെ പോയിന്റിലേക്ക് മാനുവൽ പറഞ്ഞു, കമ്മിറ്റീസ് പറഞ്ഞു, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു അല്ലെ. ഇനി നാലാമത്തെ പോയിന്റ്, ഫോർത്ത് വൺ ആണ് സൈനേജ് ബൈലിംഗ്വൽ ദാറ്റ് ഇൻക്ലൂഡ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. പണ്ട് കാണും ഹോസ്പിറ്റൽസില് പേഷ്യൻസിന്റെ ഉത്തരവാദിത്തങ്ങള്, അവരുടെ അവകാശങ്ങള് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? സൈൻ ബോർഡുകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? നമ്മൾ പാലിക്കേണ്ട കുറെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട റൈറ്റ്സുകളെ കുറിച്ച് കണ്ടിട്ടില്ലേ? അപ്പൊ അത് ബൈലിംഗ്വൽ, അതായത് 2 ലാംഗ്വേജിലെങ്കിലും, അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും ഇത്തരത്തിലുള്ള സൈനേജുകൾ എന്ത് ചെയ്യണം? പ്രദർശിപ്പിച്ചിരിക്കണം. അത് 2 ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് ആവാം, ഇംഗ്ലീഷോ. നമുക്ക് സാധാരണ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുക. പിന്നെ ഒരെണ്ണം നമ്മുടെ മദർ ടങ്, നമ്മുടെ ഇവിടെ കേരളത്തിലേക്കാണ് മലയാളമാണ് സാധാരണ യൂസ് ചെയ്യാറ്. അപ്പൊ അത് ഓരോ സ്റ്റേറ്റിലേക്ക് ചെല്ലുന്നതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെ അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും അത് പ്രദർശിപ്പിച്ചിരിക്കണം എന്നതാണ് നാലാമത് പറയുന്നത്. അഞ്ചാമത് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. സ്റ്റാഫുകൾക്ക് മതിയായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ പരിശോധിക്കും. അതുപോലെ സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ, സ്റ്റാഫുകൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ പരിശോധിക്കാം. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. എന്താ? നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ആവശ്യകതകളും കാര്യങ്ങളും ഇവർ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവരത് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ 6 months. ഓരോ 6 മാസം കൂടുമ്പോഴും അവിടെ ഹോസ്പിറ്റലിൽ ഇന്റേണൽ ഓഡിറ്റ് നടത്തണം. എക്സ്റ്റേണൽ ഓഡിറ്റ് അല്ല, ഇന്റേണൽ ആയിട്ടുള്ള ഓഡിറ്റുകൾ നടത്തണം. അപ്പൊ അങ്ങനെ വൺസ് ഇൻ 6 months, 6 മാസത്തിൽ ഒരിക്കൽ. അപ്പൊ അത്തരത്തിൽ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ഇന്റേണൽ ഓഡിറ്റുകൾ നടത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് പരിശോധിക്കും. 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട് ഇൻ എ ഇയർ. ഒരു വർഷത്തില് 2 ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകൾ ഇവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ 2 ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഇംപ്രൂവ്മെന്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് 2 പ്രൊജക്ടുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു വർഷത്തിൽ 2 എണ്ണം ചെയ്യണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പരിശോധിക്കാം. അതുപോലെ ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, റിപ്പോർട്ടിംഗ്, റിവ്യൂവിംഗ് ആൻഡ് ആക്ഷൻ ഓൺ ഇൻസിഡൻസ്. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇൻസിഡൻസുകൾ, പ്രത്യേകമായിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ, അതിന്റെ റിപ്പോർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കും. അതില് എന്തൊക്കെ കാര്യങ്ങൾ ഐഡന്റിഫിക്കേഷൻ, റിപ്പോർട്ടിംഗ്, കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അത് അവലോകനം നടത്തിയിട്ടുണ്ടോ, ആ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് എന്ത് ആക്ഷൻ ആണ് എടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ആൻഡ് ദിസ് കൺസിസ്റ്റ് ഓഫ് നിയർ മിസ്സസ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, നിയർ മിസ്സസ് ആയിട്ടുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അപ്പൊ അത് എന്തുകൊണ്ടാണ് അത്തരം സംഭവങ്ങൾ ഐഡന്റിഫൈ ചെയ്തോ, അത് റിപ്പോർട്ട് ചെയ്ത് വ്യക്തമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അത് റിവ്യൂ ചെയ്ത് അതിനെതിരെ എന്തെങ്കിലും ആക്ഷൻസ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ആക്ഷൻസ് എടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. സെന്റിനിയൽ ഇവന്റ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രതികൂലമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ആ ഹോസ്പിറ്റലിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ, അതിന്റെ ആ ഒരു ഐഡന്റിഫിക്കേഷൻ, റിപ്പോർട്ടിംഗ്, റിവ്യൂവിംഗ്, ആക്ഷൻ, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ടുകളും കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നാബിന്റെ ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട റിക്വയർമെന്റ്സ് ആണ് ആ ഒരു 10 എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ അത്? അതിലേതൊക്കെ ഉൾപ്പെടുന്നു മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ 6 months, 6 മാസത്തിൽ ഒരു ആദ്യത്തെ അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടുകൾ എന്തെങ്കിലും ചെയ്തിരിക്കണം. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കാണ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞല്ലോ, അത് തന്നെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് അത് പഠിക്കുന്നത്. അപ്പൊ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയേ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ, ചോദിക്കാറുണ്ട് കേട്ടോ. എന്താ
ഇതാണ് ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അല്ലെങ്കിൽ നേരെ തിരിച്ചും ചോദിക്കാം കേട്ടോ. Then quality refers to the degree of adherence to pre-established criteria or standard. ഇത് നമ്മൾ ആ ഒരു ഫസ്റ്റ് പേജിൽ പഠിച്ച ഒരു ഡെഫിനിഷനാണ്. ഓർക്കുന്നുണ്ടോ? ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ 2 ഡെഫിനിഷൻ പഠിച്ചിരുന്നു. ISO പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത് ലാസ്റ്റ് ഒരു ഡെഫിനിഷനും പഠിച്ചു ആ ഒരു പാരഗ്രാഫിന്റെ, അല്ലേ? Quality refers to the degree of adherence to pre-established criteria or standard. മുൻകൂട്ടി പാലിച്ചിട്ടുള്ള, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ അളവിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. Then indicators എന്ന് പറഞ്ഞാല് a statistical measure of the performance of function, system or process over a period of time. അപ്പൊ ഒരു സ്ഥാപനത്തിൽ, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എടുത്താല് ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളാവാം, അവിടുത്തെ സംവിധാനങ്ങളല്ല ആവാം, അവിടെ നടക്കുന്ന പ്രക്രിയകളാവാം, അതുമായി ബന്ധപ്പെട്ട അവരുടെ ആ ഒരു പെർഫോമൻസ്, പ്രകടനം എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട്, വളരെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അത് മെഷർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷറാണ് ശരിക്കും ഇൻഡിക്കേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഏരിയയിലെ പ്രോസസ് എങ്ങനെ നടക്കുന്നു, അവരുടെ പെർഫോമൻസ് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു സ്റ്റാൻഡേർഡ്സ് അവർ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ടോ, ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടോ, ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് അവരുടെ ആ ഒരു ഏരിയയിൽ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. KPD എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഡ്രൈവർ. ഇത്തരത്തിലുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റ്, പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ അല്ലെങ്കിൽ സെക്ഷനുകൾ മാത്രമേ നമ്മൾ ഇവിടെ എടുത്ത് പറയുന്നുള്ളൂ കേട്ടോ, എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകൾ ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഏതൊക്കെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അങ്ങനെയാണ് ഇവിടെ എനിക്ക് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, നിങ്ങൾക്ക് ഇനി പഠിക്കുന്ന സമയത്ത് മനസ്സിലാവേ. ഇപ്പൊ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അവിടെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് അത് മെയിൻറ്റെയിൻ ചെയ്തു പോവേണ്ടത്, അല്ലെങ്കിൽ ഇത് നോക്കേണ്ട ആളെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റില് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുന്നുണ്ട്, ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുന്നുണ്ട് എന്നൊന്നും മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഓരോന്നുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പറയുമ്പോൾ അതില് ഉൾപ്പെടുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് ഇത് ചോദിക്കാൻ വരുന്നത് കേട്ടോ. അപ്പൊ അത് ഓക്കെ ആണല്ലോ. നോക്കാം, ഫസ്റ്റ് വൺ നോക്കാം. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, അത് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് വെയിറ്റും കാര്യങ്ങളും നോക്കി ക്വാളിറ്റി ഉണ്ടോ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് അത് മെഷർ ചെയ്യുന്നത് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ്. അതില് ഉൾപ്പെടുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഫസ്റ്റ് വൺ, ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻ പേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യന്റ്. നമ്മൾ പഠിച്ച കാര്യമല്ലേ ഇത്, അല്ലേ? അതുകൊണ്ട് ആദ്യമേ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമല്ലേ. ഇപ്പൊ ഇൻ പേഷ്യൻസ് അല്ലെങ്കിൽ ഇൻഡോർ പേഷ്യൻസ് ആയിട്ട് വരുന്ന പേഷ്യൻസിന്റെ പ്രാഥമിക മൂല്യനിർണ്ണയം അല്ലെങ്കിൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടി എടുക്കുന്ന സമയം, അതാണ് ഒന്നാമത്തെ വരുന്നത്. അതൊക്കെ നമ്മുടെ നഴ്സിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമല്ലേ. ഇൻപേഷ്യൻസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അവരൊരു വാർഡിലേക്കോ റൂമിലേക്കോ എത്തിക്കഴിയുമ്പോൾ അവർക്ക് ആ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്താനായിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. രണ്ടാമത്തത്, പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഇസ് ഡോക്യുമെന്റഡ്. എത്ര ഇൻപേഷ്യൻസിനെയാണ് കൃത്യമായിട്ട് നമ്മൾ അവരുടെ കെയർ ഓഫ് പ്ലാനും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിന്റെ എണ്ണം. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ കാണുക. മൂന്നാമത്തത്, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ. മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം എറേഴ്സ് നമ്മൾ നടന്നിട്ടുണ്ട്, അല്ലെ? കാരണം എന്താ, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും സംഭവിക്കാം, അല്ലെ? ഇൻപേഷ്യൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് എറേഴ്സ് സംഭവിക്കാം, അല്ലെ? അപ്പൊ അത്തരത്തില് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ എണ്ണം. അടുത്തതാണ്, നമ്പർ ഓഫ് സെന്റിനിയൽ ഇവന്റ്സ് റിപ്പോർട്ടഡ് gathered and examined within the defined time frame. അതായത് ഒരു നിശ്ചിത സമയ പരിധിക്കുള്ളിൽ എത്രത്തോളം സെന്റിനിയൽ ഇവന്റ്സ് റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ അത് പരിശോധന നടത്തി എന്നുള്ളതിന്റെ നമ്പർ. എന്താണ് ഒരു സെന്റിനിയൽ ഇവന്റ് എന്ന് പറഞ്ഞാല്, അതാണ് നെക്സ്റ്റിനെ കൊടുത്തിരിക്കുന്നത്. A centennial event is defined as
any unanticipated event in a healthcare setting that result in death or serious physical or psychological injury to a patient or patients. On the underline cheyidite, not connected with the natural course of the patient's illness. On the underline cheyidite, sentinel event എന്താണുള്ളത്? ഓക്കെ, അപ്പൊ സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എനി അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് എന്നാ പറയുന്നത്. അതായത് ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്യാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ വരില്ലേ? അതെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്യാത്ത ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ. അതായത് ഒരു രോഗി വരുമ്പോൾ ആ രോഗിക്ക് ചിലപ്പോൾ മരണം സംഭവിക്കുന്നതാവാം, മരണമാവാം, അല്ലെങ്കിൽ അവരുടെ ഗുരുതരമായിട്ടുള്ള ശാരീരികമായിട്ടോ മാനസികമായിട്ടുള്ള പരിക്കുകള് പേഷ്യൻസിന് ഉണ്ടാവുന്ന രീതിയിൽ, അത് എവിടെ വെച്ച്? ആ ഹെൽത്ത് കെയർ സെറ്റിംഗിൽ വെച്ച്. മനസ്സിലാവുന്നോ? ആ ആരോഗ്യ പരിചരണ തലത്തിൽ വെച്ച്, അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു. അതുവഴി രോഗിക്ക് മരണമോ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോ ശാരീരികമായിട്ടോ മാനസികമായോ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്തരം ഇവന്റ്സിനെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് ആണ്, ഒരു അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഒരു സംഭവം. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ്, അവിടെ ഓൾറെഡി ബ്രാക്കറ്റിൽ അതുകൊണ്ട് അത് കൊടുത്തിരിക്കുന്നത് നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോഴ്സ് ഓഫ് ദ പേഷ്യന്റ് ഇൽനസ്. ആ ഒരു രോഗിയുടെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഭവമല്ല. അപ്രതീക്ഷിതമായി ആ രോഗിക്ക് ആ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗിൽ നിന്നും എന്തെങ്കിലും അപ്രതീക്ഷിതമായ ഒരു സംഭവം അവർക്കുണ്ടാവുകയും അതുവഴി ആ രോഗിക്ക് മരണമോ അല്ലെങ്കിൽ ആ രോഗിയുമായി ബന്ധപ്പെട്ട അവർക്ക് ഗുരുതരമായിട്ടുള്ള ശാരീരികമായിട്ടോ മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും പരിക്കുകളോ പറ്റുന്ന സംഭവങ്ങളെയാണ് നമ്മുടെ സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയോ? ഇത്രയും മനസ്സിലായോ? അപ്പൊ ഒരു സെന്റിനൽ ഇവന്റ് എന്തായിരിക്കും? എക്സാമ്പിൾ ഒന്ന് പറയാമോ കുറച്ചെണ്ണം? ഒരു രോഗിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായ വരുന്നതിന്റെ അല്ലാതെ എന്തെങ്കിലും വലിയ വലിയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇത് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ് വഴി അവർക്കുണ്ടാവുന്ന, അതെ, മെഡിസിൻ മാറിക്കൊടുത്ത് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നതാവാം, അല്ലെ? അതൊരിക്കലും അവർ വന്നിരിക്കുന്ന രോഗവുമായി ബന്ധപ്പെട്ട് വരുന്നതല്ലല്ലോ. അപ്പൊ വന്നിരിക്കുന്ന രോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ നമ്മൾ ഇതിൽ കൂട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോ നിയർ മിസ്സസ് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്ന, അങ്ങനെ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൂടെ? പെട്ടെന്ന് എന്തെങ്കിലും ഉൾപ്പെടാം, അല്ലെ? സർജറിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ എന്താ ഇഞ്ചക്ഷൻസോ മെഡിസിൻസോ മാറിക്കൊടുത്ത് മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം, ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് പേര് മരണപ്പെടുന്നത് കേട്ടിട്ടില്ലേ നിങ്ങള്? ഇപ്പൊ കുറെ ന്യൂസസ് ഒക്കെ ഉണ്ടല്ലോ, ഇല്ലേ? അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇവന്റ്സിനെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. അത് ചിലപ്പോ അത് ഹെൽത്ത് കെയർ, അതെ, അൺഎക്സ്പെക്റ്റഡ്, നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളാണ്. അതൊരിക്കലും ഒരു രോഗി പ്രതീക്ഷിച്ചൊന്നും അല്ല വരുന്നത്. അവരുടെ ആ വന്നിരിക്കുന്ന അസുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമല്ല, അല്ലെ? ആ ഒരു ഹെൽത്ത് കെയർ സെറ്റിങ്ങിനുള്ളിൽ വെച്ചിട്ട് അവർക്കുണ്ടാവുന്ന എന്തെങ്കിലും അപ്രതീക്ഷിത സംഭവമാവാം. അതിൽ ചിലപ്പോൾ ആ രോഗി മരണപ്പെടാം, ചിലപ്പോൾ അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളും പറ്റാം. ക്ലിയർ ആയോ? എന്താണ് സെന്റിനൽ ഇവന്റ് എന്നത് മനസ്സിലായോ? അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ, ചോദിക്കാറുണ്ട്. അപ്പോ അത്തരത്തില് ഈ ഒരു സംഭവങ്ങൾ, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ആ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളില് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്ര കേസുകളുണ്ട്, അതിന്റെ റേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അടുത്തത് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. എത്രത്തോളം നിയർ മിസ്സസ്? ഓക്കെ, നിയർ മിസ് മൈറ്റ് ഹാവ് ഹാപ്പൻ ബട്ട് നോട്ട് ഹാപ്പൻ, അല്ലെ? നിയർ മിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സംഭവിക്കാൻ പോകുന്നതായിരുന്നു, പക്ഷെ അത് ആക്ച്വലി സംഭവിച്ചിട്ടില്ല, അല്ലെ? സംഭവിക്കാനിരുന്നതാണ്, പക്ഷെ അത് ആക്ച്വലി സംഭവിച്ചിട്ടില്ല. അത് സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ അതിൽ ഉൾപ്പെട്ടേനെ, അല്ലെ?
സംഭവിച്ചിരുന്നാൽ നമ്മൾ അതിൽ ഉൾപ്പെട്ടു പോയെങ്കിൽ അത് വലിയ രീതിയിലുള്ള അപകടങ്ങളോ കാര്യങ്ങളോ വരുത്തിയേനെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, അത് സംഭവിക്കാതെ നമ്മൾ അതിൽ നിന്ന് മിസ്സായി. അപ്പൊ അങ്ങനെ ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാം, അതായത് ജസ്റ്റ് മിസ്സായി അല്ലെങ്കിൽ നിയർ മിസ് എന്ന് പറയും. അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഇവന്റ്സോ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർ ഹാൻഡ് ഓവർ ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അല്ലെ, ഡോക്ടേഴ്സിനും നഴ്സസിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള ഷിഫ്റ്റ് ചേഞ്ച്. എന്താണ് പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ്. അപ്പൊ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മറ്റുള്ള വരുന്ന ഷിഫ്റ്റിലേക്ക് വരുന്ന ആളുകൾക്ക് ശരിയായ രീതിയിൽ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നഴ്സസ് ആയിക്കോട്ടെ ആ ഷിഫ്റ്റിന്റെ കാര്യങ്ങളും ശരിയായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടോ ഡോക്യുമെന്റ്സ് എന്നുള്ളതിന്റെ പെർസെന്റേജ്. ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്, പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിശകുകളോ തെറ്റുകളോ വരുന്നുണ്ടോ. അപ്പൊ ചില പേഷ്യൻസിന് നമ്മൾ മാറി മരുന്നുകൾ കൊടുക്കുന്നതിന്റെ ഐഡന്റിഫിക്കേഷൻ എറേഴ്സിൽ വരുന്നതാവാം അല്ലെ. ചിലപ്പോ ഒരേ പേരുള്ള അല്ലെങ്കിൽ പേരുകൾ തമ്മിൽ സിമിലർ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതെ സെയിം നെയിം ഉള്ളവരുണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാകുമ്പോൾ അത്തരത്തിൽ ആ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. അഡ്ഹറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്, ഹാൻഡ് ഹൈജീൻ അല്ലെ, ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ പാലിക്കുന്നവരുടെ എണ്ണം എത്രത്തോളം ഉണ്ട്. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്, ICU വാർഡ് മുതലായവയുമായി ബന്ധപ്പെട്ട് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിന്റെ റേറ്റ് എത്രയാണ്. ഇത്രയും നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പറഞ്ഞേ, ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പറഞ്ഞത്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കേട്ടോ. അപ്പൊ അതിൽ ഏതൊക്കെ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയും, ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഔട്ട് പേഷ്യന്റ് വരുന്നുണ്ട്. അതുപോലെ പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഇസ് ഡോക്യുമെന്റഡ്. തേർഡ് വൺ പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ. ഫോർത്ത് വൺ നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ്. Then fifth one percentage of near misses. ആറാമത് 6th one proper handover during shift change. And 7th one incidence of patient identification errors. And 8th one adherence to hand hygiene practice. And 9th one nurse patient ratio for ICU and ward. Clear ആണോ അത്? ഓക്കെ ആണോ? ശരി. അടുത്ത സെക്ഷൻ ആണ്, അടുത്തൊന്നാണ് ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് അല്ലെ. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാന്നുള്ളത്. അപ്പൊ അത്തരത്തില് ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ചെക്ക് ചെയ്യേണ്ടതും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ICN നേഴ്സ് ആണ്. ആരാണ് ICN നേഴ്സ്? ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് അല്ലെ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവല്ലോ, അങ്ങനെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നതും ഈ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതും കേട്ടോ. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് IPD. എന്താ IPD? OPD എന്താ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് എക്സ്പോഷർ, ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട എക്സ്പോഷർ അല്ലെങ്കിൽ എന്താണ് എക്സ്പോസ് ചെയ്യുക അല്ലെങ്കിൽ അതുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ഇൻസിഡൻസ് അല്ലെങ്കിൽ പ്രശ്നങ്ങളോ സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ, അതിന്റെ റേറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. രണ്ടാമത്, കാരണം അത്തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് എക്സ്പോഷർ ആയാൽ എന്ത് ചെയ്യും, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കേസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് മാക്സിമം കുറയ്ക്കുന്നതിലൂടെയാണ് നമുക്ക് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. ശരിയല്ലേ? അപ്പൊ അത്തരത്തില് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് എക്സ്പോഷറോ കാര്യങ്ങളോ അതും അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിന്റെ റേറ്റ് എടുക്കും. അതുപോലെ തന്നെ OPDയുമായിട്ട് ബന്ധപ്പെട്ടുകൊടുക്കും. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് എക്സ്പോഷറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് എടുക്കും. മൂന്നാമത് IPD ഇൻസിഡന്റ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. നമ്മൾ പറഞ്ഞിരുന്നല്ലോ നേരത്തെ, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ഇൻപേഷ്യന്റുമായി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്. അതേപോലെ തന്നെ OPD. അപ്പൊ ഇതൊക്കെ OPDയുമായി എപ്പോഴും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ അത് IPD ആണെങ്കിലും OPD ആണെങ്കിലും ഒരുപോലെ ചെയ്താലാണ് എഫക്റ്റീവ് ആവുള്ളൂ. അപ്പൊ അവിടെ OPDയുമായി ബന്ധപ്പെട്ടും ഇതുപോലെ തന്നെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി പോലെയുള്ള അത്തരത്തിലുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് എടുക്കും. അടുത്തത് ഇൻസിഡൻസ് ഓഫ് ഫോൾസ്. എന്താ? ഓക്കെ, എന്തെങ്കിലും ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട
നല്ല രീതിയിൽ എന്താണ് നല്ല രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാതെ പേഷ്യൻസോ കാര്യങ്ങളോ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വീഴുന്നത് ചിലപ്പോ സ്ലിപ്പറി ഫ്ലോസ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഹോൾസിലൂടെ അവർക്ക് എന്തെങ്കിലും പരിക്കുകളോ കാര്യങ്ങളോ പറ്റിയിട്ടുണ്ടോ, അത് നോക്കും. അതുപോലെ തന്നെ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. നമ്മൾ പറഞ്ഞതല്ലേ ബെഡ് സോർ അല്ലെങ്കിൽ പ്രഷർ അൾസറിന്റെ കാര്യം അല്ലെ, പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം എത്ര പേഷ്യൻസിന് ഇത്തരത്തിലുള്ള പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോർസ് വന്നിട്ടുണ്ട്, അതിന്റെ റേറ്റ് എടുക്കും. കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇത് നമ്മൾ പറഞ്ഞാണ് കത്തീറ്ററുമായി ബന്ധപ്പെട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നവരുടെ റേറ്റ്. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്, വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ വരുന്നവരുടെ റേറ്റ്. അതുപോലെ സെൻട്രൽ ആൻഡ് അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ, ബ്ലഡ് സ്ട്രീമുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്, ശസ്ത്രക്രിയ നടത്തിയതും ആ ഒരു സൈറ്റിലെ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിൽ എത്ര പേർക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അതിന്റെ റേറ്റ്. ഇത്രയും ഇൻഫെക്ഷൻ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാ? IPD-യുടെ ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ, അതുപോലെ തന്നെ OPD-യുടെയും ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ, അതുപോലെ തന്നെ IPD-യുടെയും OPD-യും ഇൻസിഡന്റ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസിന്റെ റേറ്റ്. ഇൻസിഡൻസ് ഓഫ് ഫോൾസ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ എല്ലായിടവും വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി ഇടണം അല്ലെ. സോ അത്തരത്തിലുള്ള ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി ഇടാതെ വരുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വീഴ്ചകളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. ശരിയല്ലേ? ഇപ്പൊ ഒരു വ്യക്തി തട്ടി വീഴണം അല്ലെങ്കിൽ തെന്നി വീഴണമെങ്കിൽ അതവിടെ പ്രോപ്പർ ആയിട്ടുള്ള വൃത്തി സൂക്ഷിക്കാത്തത് കൊണ്ടല്ലേ. ഇപ്പൊ തറയിൽ എന്തെങ്കിലും സാധനങ്ങൾ കിടന്നാൽ ചിലപ്പോൾ തട്ടി വീഴാം, വെള്ളമോ അതെ ഹൈജീനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ടാണ് അത് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താ മിസ് ഇവിടെ വന്നിരിക്കുന്നത്, ഇൻഫെക്ഷനുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ എന്ന് വിചാരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ ഇത്തരത്തിൽ നമ്മളൊരു ഹൈജീൻ, ഹാൻഡ് ഹൈജീൻസ് ആയിക്കോട്ടെ, ഇപ്പൊ മറ്റ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രോപ്പർ ആയിട്ടുള്ള ഒരു വൃത്തിയും ഹൈജീൻ കാര്യത്തിൽ എങ്ങനെയാണോ നിലനിർത്തുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ. അല്ലാത്ത സംഭവങ്ങൾ അല്ലാതെ ചിലപ്പോ തെന്നി വീഴാം, അല്ലെങ്കിൽ എന്താണ് തട്ടി വീഴാം, ഇപ്പൊ സാധനങ്ങളൊക്കെ കിടക്കാണ്. അപ്പൊ അവിടെ ഒരു വൃത്തിയില്ലായ്മ അല്ലെങ്കിൽ ഒരു ശുചിത്വമില്ലായ്മയാണ് നമുക്ക് അതിലൂടെ കാണാൻ പറ്റുക. അപ്പൊ ആ ഒരു ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ നന്നായിട്ട് അവിടെ നടക്കുന്നില്ല എന്ന് അതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള റേറ്റുകൾ എടുക്കുമ്പോഴാണ് ഓരോ ഏരിയാസിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നില്ല എങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്, നല്ല ക്വാളിറ്റിയും സ്റ്റാൻഡേർഡ് അവിടെ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ, നല്ല പ്രൊസീജിയേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളുടെ റേറ്റ് കൂടുതലാണെങ്കിൽ എന്ത് മനസ്സിലാക്കാം, ആ പ്രൊസീജിയേഴ്സിൽ നമ്മൾ ഇംപ്രൂവ്മെന്റ്സ് നടത്തി മാറ്റം വരുത്തുകയും ഈ ഒരു റേറ്റ് കുറച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണം. അതാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ എന്താ പറയുക, ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ, അതുപോലെ തന്നെ കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ റേറ്റ്, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്, സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. ഇത്രയും ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി ഇതൊന്ന് വായിച്ചു നോക്കി വേഗം. ഓക്കെ ആണോ എന്ന്? ഫസ്റ്റ് വൺ ഒന്ന് വായിച്ചു നോക്കണേ. നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയല്ലേ ഉള്ളൂ. ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റും ഇൻഫെക്ഷൻ കൺട്രോളും രണ്ടും ഒന്ന് വേഗം വായിച്ചു നോക്കാം കേട്ടോ. രണ്ടിലും ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം. കാരണം അത് ഇനി കുറച്ച് ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ച് പഠിക്കുന്ന നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ട. ഓരോ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം. വായിച്ച് ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ.
ഏതാണ് ഏതാണ് പറയുന്നത് 112? ഏതാ പറയുമോ? ഏതാണ് ഡൗട്ട് പറയുന്നത് ചോദിച്ചത്? മിസ്സിന് മനസ്സിലായില്ല. നഴ്സിംഗിലെ സെക്കൻഡ് പോയിന്റോ? അതാണ് ചോദിച്ചത്. നഴ്സിംഗിലെ സെക്കൻഡ് പോയിന്റ് ആണോ ചോദിച്ചത്? ആ, അത് പറയുന്നത് നഴ്സിംഗ് കെയർ പ്ലാൻ, അതായത് ഓരോ പേഷ്യൻസിന് നമ്മൾ നഴ്സിംഗ് കെയർ പ്ലാൻ തയ്യാറാക്കുമല്ലോ. നഴ്സിംഗിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ തയ്യാറാക്കി കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത ഇൻപേഷ്യന്റിന്റെ കേസുകളുടെ എണ്ണം. അപ്പൊ വന്നിരിക്കുന്ന ഇൻപേഷ്യൻസിലെ എത്ര കേസുകളിൽ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു പ്ലാനും കാര്യങ്ങളും തയ്യാറാക്കി ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും ചിലപ്പോൾ അത് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതിൽ എത്ര പേർക്ക് ഇൻപേഷ്യന്റ് കേസിൽ എത്ര പേർക്ക് നമ്മൾ ആ ഒരു നഴ്സിംഗ് കെയർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്റേഷൻ നടത്തിയിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ വരുന്നത്. ക്ലിയർ ആയി? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ബൈ ഹാർട്ട് ചെയ്യണമെന്നോ? ബൈ ഹാർട്ട് ചെയ്യൊന്നും വേണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. 32 എണ്ണം ബൈ ഹാർട്ട് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അല്ലേ? അപ്പൊ ബൈ ഹാർട്ട് ചെയ്യണ്ട. നിങ്ങളൊന്ന് ഒരു 3-4 കുറച്ചൊരു പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് വായിച്ചു വിടണം കേട്ടോ. അപ്പൊ അതൊരു 3-4 പ്രാവശ്യം വായിക്കുമ്പോ സമയം കിട്ടുന്നത് പോലെ ഒന്ന് വായിച്ചു വിട്ട് കഴിഞ്ഞാൽ കുറെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ കിട്ടിക്കോളും. അപ്പൊ അത് നിങ്ങൾ ഇനി ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ അവിടെയും നിങ്ങൾ ഇത് തന്നെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒന്ന് ബൈഹാർട്ട് ആയിക്കോളും, ഓട്ടോമാറ്റിക്കലി ഇത് ആയിക്കോളും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പതിവായിട്ടൊന്ന് വായിച്ചാൽ മതി ആ ഭാഗം കേട്ടോ. അപ്പൊ അല്ലാതെ ബൈഹാർട്ട് ചെയ്ത് മുഴുവൻ പഠിക്കുന്നു വേണ്ട. അപ്പൊ അതങ്ങനെ മുഴുവനായിട്ട് ചോദിക്കുകയില്ല. മറ്റേതിലാവുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഫോർമുലാസ് ആയിരിക്കും ചോദിക്കുക. ഫോർമുല നിങ്ങൾ നോക്കണം. അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് എക്സാമിന് ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കുറച്ച്. അപ്പൊ ആ പെർഫോമൻസും ആ ഒരു എന്താണ് ക്വാളിറ്റി പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സുമായിട്ടുള്ള ഫോർമുലാസ് കാര്യങ്ങൾ നോക്കണം. ഇതിൽ ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ ജസ്റ്റ് ആകെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ ഉൾപ്പെടുന്നത് ഏത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ചാപ്റ്ററിൽ വരുമ്പോഴാണ് കൂടുതലും നമ്മൾ ആ ഒരു ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അത് പേരിനേക്കാൾ കൂടുതൽ നമുക്ക് ഫോർമുലാസ് ആണ് വരുന്നത്. ഓക്കെ, ഏതിലെ 6th ആണ് ചോദിച്ചത്? നഴ്സിംഗിന്റെ പ്രോപ്പർ ഹാൻഡ് ഓവർ ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ നമ്മൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലല്ലേ അവർ വർക്ക് ചെയ്യുന്നേ. അപ്പൊ അവര് അടുത്ത ഷിഫ്റ്റിലേക്ക് വരുന്ന ആളുകൾക്ക് ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യണ്ടേ? പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ മെഡിസിൻസ് കൊടുത്തു, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങിയ അതെ അടുത്ത ആൾക്ക് നമ്മൾ എന്ത് ചെയ്യും? ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പൊ അങ്ങനെ ഡോക്ടേഴ്സും നേഴ്സസും പ്രോപ്പർ ആയിട്ട് അങ്ങനെ ആ ഒരു ഹാൻഡ് ഓവർ ചെയ്യുന്ന ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഹാൻഡ് ഓവർ നടക്കുന്നുണ്ടോ? അത് എത്ര എണ്ണമാണ്? അതിന്റെ എണ്ണമാണ് നമ്മൾ അവിടെ നോക്കുന്നത്. ഓക്കെ ആണോ? വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ആണോ? ഇതാണ് റിപ്ലൈയില്ലാതെ കഴിഞ്ഞില്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് തേർഡ് വണ്ണിലേക്ക് പോവാണ്. ICU ഓർ എമർജൻസി ICUമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പാലിക്കുന്ന കുറച്ച് അല്ലെങ്കിൽ നോക്കുന്ന കുറച്ച് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത്. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, ICUയിലുള്ള നഴ്സിംഗ് എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കേണ്ടതാണ്. ഫസ്റ്റ് പോയിന്റ്, ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്. ഒരു എമർജൻസി പേഷ്യന്റ് വന്നാൽ അവർക്ക് പ്രാഥമിക വിലയിരുത്തൽ നടത്താനെടുത്ത സമയത്തിന്റെ ശതമാനം.
അതാണ് നമ്മൾ ആദ്യം നോക്കുക. ആൻഡ് ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്. എമർജൻസി പേഷ്യന്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രാഥമികമായ വിലയിരുത്തൽ നടത്താനായിട്ട് എത്ര സമയം എടുത്തു, ആ ഒരു ടൈം പീരീഡ് എത്രയാണ്, അതാണ് നമ്മൾ ആ വെയിറ്റിംഗ് ടൈം എന്തോരം എടുത്തു, അതാണ് ഇവിടെ നോക്കുന്നത്. രണ്ടാമത്തത് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. നമ്മൾ പറഞ്ഞല്ലേ ഒരു പ്രാവശ്യം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു പോയ ആളുകളാവാം, അതേ സെയിം കംപ്ലൈന്റ്സോടുകൂടി സെയിം പ്രസന്റ് കംപ്ലൈന്റോടുകൂടി തന്നെ തിരികെ 72 മണിക്കൂറിനുള്ളിൽ തിരികെ ഇതേ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് രണ്ടാമത് റിട്ടേൺ ആയിട്ട് വന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരുടെ എണ്ണത്തിന്റെ പെർസെന്റേജ്. അടുത്തത് റീ ഇൻറ്റുബേഷൻ റേറ്റ്. എന്താ റീ ഇൻറ്റുബേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, ചോദിക്കാറുണ്ട്. റീ ഇൻറ്റുബേഷൻ വാസ് ഡിഫൈൻഡ് ആസ് intubation after extubation of a patient who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. എന്തായിരിക്കും intubation എന്ന് പറഞ്ഞാൽ? എന്താ intubation? കേട്ടിട്ടുണ്ടോ? കേട്ടില്ല? intubation കേട്ടിട്ടില്ല? പഠിച്ചില്ലേ നിങ്ങള്? വേറൊരു ചാപ്റ്ററിലും പഠിച്ചിട്ടില്ലേ? ബേബിയോ? അത് ഇൻക്യുബേറ്റർ അല്ലേ? അത് ഇൻക്യുബേറ്ററിലല്ലേ? ഇതല്ല, അത് ഇത് ഇൻറ്റുബേഷൻ. ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? ഓർക്കുന്നില്ല? വേറൊരു ചാപ്റ്ററിലും പഠിച്ചില്ല. ട്രക്കിയൽ ഇൻറ്റുബേഷൻ കേട്ടിട്ടുണ്ടോ പേര്? അതായത് ഇതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്, അതറിയാലോ. ഇതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. അതായത് നമ്മുടെ ട്രക്കിയിലൂടെ, നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് നമ്മുടെ ട്രക്കിയിലൂടെ ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് ആ പേഷ്യന്റിനെ എയർവേ ഓപ്പൺ ആക്കി വെക്കുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് ഇൻറ്റുബേഷൻ. അത് മനസ്സിലായോ? നമ്മുടെ നെക്കിന്റെ, നമ്മുടെ ട്രക്കിയുടെ ഭാഗത്തൂടെ ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് നമ്മുടെ എയർവേ, പേഷ്യന്റിനെ എയർവേ ഓപ്പൺ ആക്കി വെക്കുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ റീ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പ്രാവശ്യം ഓൾറെഡി ആ പേഷ്യന്റിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഇൻറ്റുബേഷൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നോ? ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയോ കാര്യങ്ങളൊക്കെ ഉള്ളവരുടെ ഓപ്പൺ എയർവേ ഓപ്പൺ ആക്കി വെക്കാൻ വേണ്ടി നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്ത്, അതിന്റെ നാളത്തിലൂടെ നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് അവരുടെ എയർവേ ഓപ്പൺ ആക്കി നിർത്താൻ വേണ്ടി ഒരു പ്രാവശ്യം അതെ ഇൻറ്റുബേഷൻ നടത്തി. അതിനുശേഷം അവര് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ മാറി അവർ ഓക്കെ ആയി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് വെറുതെ അല്ല കേട്ടോ. നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് ജനറൽ അനസ്തേഷ്യ അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ജനറൽ അല്ലെങ്കിൽ റീജിയണൽ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് അവർ ഓക്കെ ആയി വന്നു. അപ്പൊ ഓക്കെ ആവുമ്പോൾ നമ്മൾ സ്വാഭാവികം അതിന് റിമൂവ് ചെയ്യില്ലേ? മാറ്റുമല്ലോ. ചേഞ്ച് ചെയ്ത് മാറ്റിക്കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ പിന്നെയും ആ ബുദ്ധിമുട്ട് വരാണ്. അപ്പൊ നമ്മൾ രണ്ടാമതും എന്ത് ചെയ്തു? റീ ഇൻറ്റുബേഷൻ നടത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. രണ്ടാമതും ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെയാണ് നമ്മൾ റീ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? റീ ഇൻറ്റുബേഷൻ വാസ് ഡിഫൈൻഡ് ആസ് intubation after extubation of a patient who had been initially tracheal intubated. അതായത് ആ ഒരു പേഷ്യന്റിനെ ആദ്യമേ നമ്മള് ട്രക്കിയൽ ഇൻറ്റുബേഷൻ നടത്തിയിട്ടുണ്ട്. ട്രക്കിയിലൂടെ ആ ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് അവരുടെ ഓപ്പൺ എയർവേ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അത് അനസ്തേഷ്യ, പൊതുവായിട്ടുള്ള ജനറൽ അനസ്തേഷ്യോ അല്ലെങ്കിൽ ജനറൽ റീജിയണൽ അനസ്തേഷ്യയുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ കൂടി അനസ്തേഷ്യ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓൾറെഡി ഒരു പ്രാവശ്യം ഇൻറ്റുബേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഓൾറെഡി അവരിൽ നിന്ന് റിക്കവർ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ അത് എക്സ്റ്റുബേറ്റേഷൻ നടത്തി. എക്സ്റ്റുബേഷൻ നടത്താന്ന് പറഞ്ഞാൽ എന്താ? അത് റിമൂവ് ചെയ്താണ്. ആ ഒരു ട്യൂബ് എന്ത് ചെയ്തു? മാറ്റി. ഇനി ആ ട്യൂബ് മാറ്റിയതിനു ശേഷവും അവർക്ക് ചിലപ്പോ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാര്യങ്ങൾ പിന്നെയും ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോ രണ്ടാമത് പിന്നെയും ഇൻറ്റുബേഷൻ നടത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. അതിനെയാണ് നമ്മള് റീ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതെപ്പോഴും ഒരു എമർജൻസി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു ICU ഉള്ള പേഷ്യൻസിനല്ലേ വരിക, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിനെ നമുക്ക് അത്ര ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ളവർ നമ്മൾ ICU അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ കൈകാര്യം ചെയ്യാം, അല്ലെ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നേരെ ICUലേക്ക് ആയിരിക്കും അവർ ഷിഫ്റ്റ് ചെയ്യുക. സോ അത്തരത്തില് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ICUമായി ബന്ധപ്പെട്ട് ഒരു റീ ഇൻറ്റുബേഷൻ റേറ്റ് എത്രത്തോളം, എത്ര ആളുകൾക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമില് എത്ര പേഷ്യൻസിന് റീ ഇൻറ്റുബേഷൻ നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അതിന്റെ എണ്ണമാണ് നമ്മൾ നോക്കുന്നത്. റേറ്റ്
ക്ലിയർ ആയോ? അപ്പൊ ICU എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞേ? ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്. എമർജൻസി പേഷ്യൻസിന്റെ പ്രാഥമിക മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട സമയം എത്രത്തോളം എടുത്തു, അതിന്റെ ശതമാനം അല്ലെങ്കിൽ റേഞ്ച് നമ്മൾ കാണും. രണ്ടാമത്തത് 72 മണിക്കൂറിനുള്ളിൽ സിമിലർ ആയിട്ടുള്ള കംപ്ലൈൻസ് കൂടി തന്നെ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരികെ വന്നിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം അത് നോക്കും. മൂന്നാമത്തത് റീഇൻറ്റുബേഷൻ റേറ്റ്. അതായത് റീഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാഥമിക ഇനിഷ്യലി നമ്മൾ അവർക്ക് ട്രക്കിംഗ് ഇൻറ്റുബേഷൻ നടത്തിയിട്ടുണ്ട്, അനസ്തീഷ്യ ഒക്കെ കൊടുത്ത് നടത്തിയിട്ടുണ്ട്, അതിനുശേഷം എക്സ്റ്റുബേഷനും നടത്തിയിട്ടുണ്ട്. പിന്നെയും അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ രണ്ടാമതും ഇൻറ്റുബേഷൻ നടത്തുന്നതിനെയാണ് റീഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ മൂന്നെണ്ണം ഓക്കെയാണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് പറയാം. അടുത്തോണ്ട് പറഞ്ഞിട്ട് മിസ് ഒന്ന് വായിക്കാൻ സമയം തരാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തത് ഓപ്പറേഷൻ തിയേറ്റർ ഓർ അനസ്തീഷ്യ. നഴ്സിംഗ് എഡ്യൂക്കേറ്ററിന്റെ ഓപ്പറേഷൻ തിയേറ്ററിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണെന്ന് കീപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് കേട്ടോ. ഓക്കെ, പെർസെന്റേജ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തീഷ്യ പ്ലാൻ. പെർസെന്റേജ് നമ്മുടെ അനസ്തീഷ്യ പ്ലാനുകളിൽ പല മോഡിഫിക്കേഷൻസും പേഷ്യൻസിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് വരുത്താറുണ്ട് അല്ലെ. ചിലർക്ക് റീജിയണൽ അനസ്തീഷ്യ ആയിരിക്കും ചിലപ്പോൾ ആദ്യം പ്രിഫർ ചെയ്തിട്ടുണ്ടാവാം, അതിനുശേഷം അത് ജനറൽ അനസ്തീഷ്യ ആക്കാറുണ്ട്, നേരെ തിരിച്ചു ആക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അനസ്തീഷ്യ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള അനസ്തീഷ്യ പ്ലാനില് ചിലപ്പോൾ ചില പേഷ്യൻസിന്റെ കേസിൽ മോഡിഫിക്കേഷൻസ് വരുത്തും ഇല്ലേ, മാറ്റങ്ങൾ വരുത്താറുണ്ടാവില്ലോ അല്ലെ. അപ്പൊ അത്തരത്തില് മോഡിഫിക്കേഷൻസ് വരുത്തിയ അനസ്തീഷ്യ പ്ലാനുകളുള്ള കേസുകളുടെ എണ്ണം എത്രയാണ്, അതിന്റെ പെർസെന്റേജ് ആണ് ഒന്നാമത്തതിന് പറയുന്നത്. ക്ലിയർ ആയോ അത്? രണ്ടാമത്തത് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻ വെന്റിലേഷൻ ഫോളോയിങ് അനസ്തീഷ്യ. ചില പേഷ്യൻസിന് അനസ്തീഷ്യ കൊടുക്കുമ്പോ ചിലപ്പോ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇല്ലേ. ചിലപ്പോ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരാം, ചിലപ്പോ വെന്റിലേറ്ററിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാതെ തന്നെ ചിലപ്പോൾ വെന്റിലേഷന്റെ ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. വരാലോ. ആ സർജറി അല്ലെങ്കിൽ ആ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ അനസ്തീഷ്യ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അവർക്ക് വെന്റിലേഷന്റെ സഹായങ്ങളോ കാര്യങ്ങളോ ഒക്കെ വേണ്ടി വന്നേക്കാം ഇല്ലേ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും പേഷ്യൻസിന് അനസ്തീഷ്യക്ക് ശേഷം അൺപ്ലാൻഡ് ആയിട്ടുള്ള വെന്റിലേഷന്റെ ഫെസിലിറ്റിയോ കാര്യങ്ങളോ ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. അടുത്തത് പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തീഷ്യ ഇവന്റ്സ്. എന്താ, നമുക്ക് ഫേവറബിൾ അല്ലാത്ത രീതിയിൽ അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും ഉണ്ടാവാറുണ്ടോ? അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ലേ? അപ്പൊ അങ്ങനെ ചിലർക്ക് എന്ത് ചെയ്യാം, കയ്യും കാലും ഒക്കെ ആണെങ്കിൽ അത് ചിലപ്പോ പ്രവർത്തനരഹിതമാവാം അല്ലെ, തളർന്നു പോവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് കുറെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ എന്താണ് അൺഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളോ അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് കാണുന്നു. അടുത്തത് അനസ്തീഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ്. അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട് മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മരണനിരക്ക്. അടുത്തത് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൺപ്ലാൻഡ് ആയിട്ട് ആസൂത്രിതമല്ലാതെ തിരിച്ച് എന്തെങ്കിലും കാരണത്തിൽ പോവേണ്ടത്. അപ്പൊ അതിന്റെ ഓൾറെഡി പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് വന്നവരായിരിക്കാം. എന്തെങ്കിലും പെട്ടെന്ന് അവരുടെ കോംപ്ലിക്കേഷൻസ് സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ അവരെ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അൺപ്ലാൻഡ് ആയിട്ട് ആസൂത്രിതമല്ലാത്ത രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതായിട്ട് വന്നേക്കാം. അത്തരത്തിലുള്ള എണ്ണം കേസുകളുടെ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി. ശസ്ത്രക്രിയകൾ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് എത്ര എണ്ണമാണ് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, അതിന്റെ ശതമാനം. അടുത്തത് പെർസെന്റേജ് ഓഫ് കേസസ് വെയർ ദ ഓർഗനൈസേഷൻ പ്രൊസീജിയർ ടു അവോയ്ഡ് ഹോസ്റ്റൈൽ ഇവന്റ്സ് ലൈക്ക് റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ്, റോങ് സർജറി ഹാസ് ബീൻ അഡ്ഹേർഡ് ടു. അതുപോലെ തന്നെ എത്ര പെർസെന്റേജ് ഓഫ് കേസസ് ഓർഗനൈസേഷൻ പ്രൊസീജിയർ ടു അവോയ്ഡ് ഹോസ്റ്റൈൽ ഇവന്റ്സ്, അതായത് റോങ് സൈറ്റ്, നമ്മൾ എന്താ പറഞ്ഞ കാര്യം, റോങ് പേഷ്യന്റ് ആവാം, റോങ് സർജറി, ഇതുപോലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്, അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഓർഗനൈസേഷൻ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് കാര്യങ്ങളോ ആണോ ചെയ്തിരിക്കുന്നത്, അതിനുശേഷവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, അതിന്റെ റേറ്റ് എത്രത്തോളം ആണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്.
എല്ലാം ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ നമ്മൾ നോക്കാം. അടുത്തത് പെർസെന്റേജ് ഓഫ് കേസസ് who received suitable prophylactic antibiotics within the specified time frame. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എത്ര ആളുകളാണ് അനുയോജ്യമായിട്ടുള്ള രോഗനിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുള്ളത്, അവരുടെ കേസസിന്റെ പെർസെന്റേജ്. അടുത്തത് പെർസെന്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച് ദ പ്ലാന്റ് സർജറി ഈസ് ഓൾട്ടേർഡ് ഇൻട്രാ ഓപ്പറേറ്റീവ്ലി. എന്താ, പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സർജറി ആയിരിക്കും, അത് ചിലപ്പോ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, ഓൾട്രേഷൻസ് വരുത്താം, അതില് മാറ്റങ്ങൾ വരുത്താം. അതായത് പ്ലാനിങ് എന്താണ്, അടുത്ത ദിവസത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതല്ല പറഞ്ഞത്, ആ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സർജറിയുടെ ആ പ്രൊസീജിയർ ഒറിജിനൽ ആയിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രാറ്റജി, ആ ഒരു സ്ട്രാറ്റജിയിലെ മാറ്റങ്ങൾ വരുത്തി പേഷ്യൻസിന് ബെസ്റ്റ് ഔട്ട്കം നടത്താൻ വേണ്ടിയിട്ട് ചില മാറ്റങ്ങൾ വരുത്തുമല്ലോ അവര്. ആ ഒരു സ്ട്രാറ്റജിയിലെ മാറ്റങ്ങൾ വരുത്തില്ല, ഡേറ്റും കാര്യങ്ങളും അല്ല കേട്ടോ, റീഷെഡ്യൂൾ ചെയ്യുന്നതല്ല ഇവിടെ പറയുന്നത്, മറിച്ച് ഇപ്പൊ ഇന്ന ഒരു സർജറി ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ ആദ്യം ചിലപ്പോൾ ഓപ്പൺ സർജറി ആയിരിക്കും പറഞ്ഞിരിക്കാം, അത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ആ പ്രൊസീജിയേഴ്സിലൊക്കെ മാറ്റങ്ങൾ വരുത്താലോ, അത് ചിലപ്പോൾ അവർക്ക് കീഹോൾ ആക്കാം അല്ലെ. അപ്പൊ അങ്ങനെ പേഷ്യൻസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റുന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആൾട്ടർനേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കേസുകൾ. അതുപോലെ തന്നെ അടുത്തത് റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. എന്താ റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ, എക്സ്പ്ലോറേഷൻ റേറ്റ് പെർസെന്റേജ് കാണുന്നതാണ്. എന്തുമായി ബന്ധപ്പെട്ട് ആയിരിക്കും, പേഷ്യൻസിന് ഇപ്പൊ ഓൾറെഡി ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള ഓപ്പറേഷൻ നടന്നിട്ടുണ്ടാവും, അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് സർജറി ആവശ്യമായി വരുന്ന പേഷ്യൻസ് ഇല്ലേ, ഒരു ഇനിഷ്യലി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, അതിനുശേഷം സെക്കൻഡ് സർജറി, ഒരു രണ്ടാമതൊരു സർജറി, ഒരു ഇനിഷ്യൽ സർജറിക്ക് ശേഷം രണ്ടാമതൊരു സർജറി കൂടി ആവശ്യമായി വരുന്ന പേഷ്യൻസിന്റെ കേസുകളുടെ അതിന്റെ പെർസെന്റേജ് ആണ് എന്ത് ഇവിടെ എടുക്കുന്നത്, ദി എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അടുത്തത് OT യൂട്ടിലൈസേഷൻ റേറ്റ്. എന്താ, ഓപ്പറേഷൻ തിയേറ്ററിനെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരക്ക്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എത്ര സമയത്ത് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, ഏതൊക്കെ സമയങ്ങളിലാണ് നമ്മൾ അവിടെ ഇല്ലാത്തത്, അല്ലെങ്കിൽ പേഷ്യൻസ് എപ്പോഴും ഒക്യുപൈഡ് ആയിട്ടുള്ള ടൈം എപ്പോഴാണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് റേറ്റ് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത്രയും എന്താണ് ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന മെഷർ ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ, മോഡിഫിക്കേഷൻ ഓഫ് അനസ്തീഷ്യ പ്ലാൻ. അനസ്തീഷ്യ പ്ലാനിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളുടെ പെർസെന്റേജ്. രണ്ടാമത്തത് ഫോളോയിങ് അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനുശേഷം അൺപ്ലാൻഡ് ആയിട്ടുള്ള വെന്റിലേഷനോ കാര്യങ്ങളോ ഒരു പേഷ്യന്റിന് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളുടെ പെർസെന്റേജ്. അതുപോലെ പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തീഷ്യ ഇവന്റ്സ്, അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട അൺഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സോ കാര്യങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്. അനസ്തീഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ്, മോർട്ടാലിറ്റി അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മരണനിരക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രിതമല്ലാതെയുള്ള തിരിച്ചുവരവ്, അതിന്റെ ശതമാനം. അതുപോലെ റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശതമാനം. അതുപോലെ ഓർഗനൈസേഷൻ ഇത്തരത്തിലുള്ള ഹോസ്റ്റൽ ഇവന്റ്സ് ആയിട്ടുള്ള ബ്രോങ് സൈറ്റ് ആവാം, ബ്രോങ് പേഷ്യന്റ് ആവാം, ബ്രോങ് സർജറി മുതലായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. അത് ഉണ്ടാവാതിരിക്കാനായിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണോ ചെയ്തിരിക്കുന്നത്, അതിനുശേഷവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിനുള്ളിൽ രോഗനിവാരണത്തിനായി അനുയോജ്യമായ ആന്റിബയോട്ടിക്സ് ആരൊക്കെ സ്വീകരിച്ചു, അത്തരം കേസുകളുടെ എണ്ണം. അതുപോലെ തന്നെ പ്ലാൻഡ് ആയിട്ടുള്ള സർജറിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സിലും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളുടെ എണ്ണം. റീ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാല് ആദ്യം ഇനിഷ്യലി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് പിന്നെയും അവർക്ക് രണ്ടാമത് ഒരു സെക്കൻഡ് സർജറി ആവശ്യമായി വരുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് ആണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറയുന്നത്. OT യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട നിരക്ക്. ഒന്ന് വായിച്ചു നോക്കിയ രണ്ടെണ്ണം ഒന്ന് വായിച്ചു നോക്കണേ. ICU or എമർജൻസിയും ഓപ്പറേഷൻ തിയേറ്റർ ഓർ അനസ്തീഷ്യ. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ചെക്ക് ചെയ്യേണ്ടതും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ആരാണെന്ന് കൂടി ഒന്ന് നോക്കണം കേട്ടോ. ഓൾറെഡി അവിടെ ബ്രാക്കറ്റിലോ ആരാണെന്നുള്ളത് കൊടുക്കുന്നുണ്ട്, അതുകൂടി ഒന്ന് നോക്കി വെക്കണേ. വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ.
വായിച്ചോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമുക്ക് ലാബ് അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ലാബ് അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് അത് കീപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കേണ്ടത്. അതിലെ ഫസ്റ്റ് വൺ ആണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. അല്ലെ, 1000 പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണത്തില് എത്ര റിപ്പോർട്ടുകളിൽ എറേഴ്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പിശകുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്, അതിന്റെ നമ്പർ കാണുന്നു, അതിന്റെ പെർസെന്റേജ് എടുക്കുന്നു. അടുത്തത് റേറ്റ് ഓഫ് റിഡോസ്. എന്താണ് റേറ്റ് ഓഫ് റിഡോസ് എന്ന് പറഞ്ഞാൽ? ടെസ്റ്റുകൾ, ചില ടെസ്റ്റുകൾ നമ്മൾ രണ്ടാമത് ചെയ്യില്ലേ, അതായത് റിപ്പീറ്റ് ടെസ്റ്റുകളെയാണ് നമ്മൾ റിഡോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിപ്പീറ്റ് ടെസ്റ്റ്, അതായത് അൺനെസസറി ആയിട്ട് നമ്മൾ റിപ്പീറ്റ് ടെസ്റ്റുകൾ നടത്തുക, അല്ലെങ്കിൽ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട എറേഴ്സ് വരിക, അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് റിഡോസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആവശ്യമില്ലാതെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട, ചിലപ്പോ ലബോറട്ടറി എറേഴ്സ് വരുന്നത് കൊണ്ടാവാം, ആവശ്യമില്ലാതെ എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് എത്രത്തോളം ചെയ്യണം. അപ്പൊ അതൊക്കെ ക്വാളിറ്റിയിലുള്ള ആ ഒരു കുറവാണ് അതിലൊക്കെ കാണിക്കുന്നത്, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റേറ്റ് നമ്മളത് എടുക്കുന്നു. അടുത്തത് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട് കോറിലേറ്റഡ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. എന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് ഒരു ഡോക്ടർ നമുക്ക് ചില ടെസ്റ്റുകളൊക്കെ, ഈ ലബോറട്ടറി റിപ്പോർട്ടുകളൊക്കെ ടെസ്റ്റുകൾ തരുന്നത് ഇന്ന രോഗമാണ് അല്ലെങ്കിൽ ഇന്ന അവസ്ഥയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടല്ലേ, അല്ലെ? ആണോ? ഇപ്പൊ നമുക്കൊരു ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഡോക്ടേഴ്സ് പല ടെസ്റ്റുകൾക്ക് തരും, അല്ലെ. അപ്പൊ അതിലിപ്പോ ഒരു ഷുഗറിന്റെ ആണെന്ന് വിചാരിച്ചോ, അപ്പൊ ഒരു ബ്ലഡ് ഷുഗർ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. അപ്പൊ അതിലെ റിസൾട്ടും നമ്മുടെ ഈ ഡോക്ടറിന്റെ ആ ഒരു ചിന്താഗതിയും ആ ക്ലിനിക്കൽ ഡയഗ്നോസിസും തമ്മിൽ കോറിലേറ്റ് ചെയ്ത് പോകുന്നെന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അർത്ഥം? റിസൾട്ടും അതിന് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണെന്നാണ്, അല്ലെ. അപ്പൊ ക്ലിനിക്കൽ ഡയഗ്നോസിസ് നടത്തുന്നതിന് വേണ്ടി അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വരുന്ന ലബോറട്ടറി റിപ്പോർട്ടുകൾ എത്ര എണ്ണം ഉണ്ട്? മനസ്സിലായോ? ഒരു 5 പേഷ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ എഴുതുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു 4 പേർക്ക് അത് പോസിറ്റീവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഷുഗർ ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് ഇത് രണ്ടും തമ്മിൽ ഒരു കോറിലേഷൻ വന്നില്ലേ? വന്നു. അങ്ങനെ ഒരു കോറിലേഷൻ അല്ലെങ്കിൽ ആ ഒരു അനുയോജ്യത വന്നത് മാച്ചായി വന്നിരിക്കുന്ന ലബോറട്ടറി റിപ്പോർട്ടുകൾ എത്ര എണ്ണം ഉണ്ട്, അതിന്റെ പെർസെന്റേജ്. അടുത്തത് പെർസെന്റേജ് ഓഫ് അഡ്ഹറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻ ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. ഈ രോഗനിർണയം നടത്തുന്ന ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസില് സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നവരുടെ പെർസെന്റേജ്. അപ്പോ 4 എണ്ണമാണ്. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് ഓഫ് 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 പരിശോധനകൾ നടത്തിയാൽ അതിൽ എത്ര എണ്ണത്തിൽ എത്ര റിപ്പോർട്ടുകളില് പിശകുകൾ വന്നിട്ടുണ്ട്, അതിന്റെ എണ്ണം. റേറ്റ് ഓഫ് റിഡോസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടെസ്റ്റുകൾ. അപ്പൊ ആവശ്യമില്ലാത്ത രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് എത്ര ടെസ്റ്റുകൾ നടത്തുന്നു, അല്ലെങ്കിൽ ലബോറട്ടറി റിപ്പോർട്ടിൽ എത്രത്തോളം എറേഴ്സ് വരുന്നു, അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് റിഡോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ആ ചികിത്സാപരമായ ഒരു ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് കോറിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ മാച്ചായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ, ലബോറട്ടറി റിപ്പോർട്ടുകൾ എത്ര ഉണ്ട്, അതിന്റെ ശതമാനം. അടുത്തത് ആ ഒരു ഡയഗ്നോസിസ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് സേഫ്റ്റി പ്രിക്കോഷൻസ് എത്രത്തോളം പാലിക്കുന്നുണ്ട്, അതിന്റെ ആ പാലിക്കുന്നവരുടെ പെർസെന്റേജ് ആണ് 4ാമതായിട്ട് കാണുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. വായിച്ചോ? ക്ലിയർ ആണോ? ഓക്കെ എവിടെ വരെ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് വായിച്ചിട്ട് വരണേ. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.